ബില്ലാഹ് അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ ഫസൽ ഫാസു അത് ഇങ്ങോട്ട് പ്ലേ ചെയ്യണതിന്റെ ഇടയിൽ മൈക്ക് പോയതാണോ? എന്തോ ഒരു മറ്റൊരു വരിയുടെ ഒരു ഹർഫ് മാത്രം കൊണ്ട് കേൾക്കുകയും പിന്നെ അത് മൈക്ക് പോയതെന്തോന്ന് അറിയില്ല. ഏതെങ്കിലും എത്ര മതിയല്ലേ അറിയൂല. പിന്നെ നോക്കാം. ഫുള്ളായിട്ടില്ല. ചില ആളുകൾക്കൊക്കെ പാട്ട് കേൾക്കാനായിട്ട് കമ്പള്ള കൂട്ടിലുണ്ട്. ഇവിടെ മറ്റു നടക്കുന്ന ഏത് പരിപാടിയേക്കാൾ വലിയ താല്പര്യം പിന്നെ പാട്ടിന് കൽപ്പിക്കുന്ന ആളുകളുണ്ട്. പാട്ട് അപ്പൊ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് അതൊന്നും മുഴുവൻ പ്ലേ ചെയ്യുന്ന നല്ലതൊക്കെ. അഹിംസ പറഞ്ഞ് പിന്നെ പ്ലേ ചെയ്യല്ലേ. പിന്നെ ചോദ്യങ്ങള്. നോമ്പ് തുറക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് നിയ്യത്ത് വെച്ചില്ലെന്ന് 2 മണിക്കൂർ മുമ്പാണ് നിയ്യത്ത് വെച്ചില്ലെന്ന് ഓർത്തത്. നോമ്പിന്റെ വിധി എന്താണെന്ന്. നോമ്പ് തുറക്കണതിന് 2 മണിക്കൂർ മുമ്പ് ആ നോമ്പ് സഹിയാവുകയില്ല. ഓർത്തതെന്ന് പറയാൻ നോമ്പ് രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നർത്ഥം. ഓർത്തതെന്ന് പറയുമ്പോൾ അതാണ് മുമ്പ് ഓർമ്മ ഒന്നുണ്ട്, ഞാൻ ഇന്നലെ രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ല. രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലോ? രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മദ്ഹബ് പ്രകാരം രാത്രി നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്, നിബന്ധനയാണ്. നിയ്യത്തിന്റെ നിബന്ധനയാണ് രാത്രിയിൽ നിയ്യത്ത് രാത്രിയിലാവുക എന്നുള്ളത്. അപ്പൊ നിയ്യത്ത് രാത്രി വെച്ചിട്ടില്ല എങ്കിൽ, സുബൈന്റെ മുമ്പാട്ടിൽ നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ, അതായത് മഗ്രിബിന്റെയും സുബൈന്റെ ഇടയിൽ നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ നോമ്പ് സഹിയാവുകയില്ല. ഓരോ ദിവസത്തെ നോമ്പിനും അതിന്റെ ആ രാത്രിയിൽ നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. ഫർള് നോമ്പിന് നമ്മുടെ മദ്ഹബിൽ. അപ്പൊ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ നോമ്പ് ശരിയായിട്ടില്ല അല്ലേ? കാരണം അദ്ദേഹത്തിന് എപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ ഇന്ന് രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ല എന്നുള്ളത്? ഇന്ന് നോമ്പ് തുറക്കണതിന്റെ 2 മണിക്കൂർ മുമ്പാണ്. അതുകൊണ്ട് അദ്ദേഹം ആ നോമ്പ് ഖളാ കൂട്ടൽ നിർബന്ധമാണ്. ഇനിയിപ്പോ ഒരു മാർഗം ഉണ്ടാ? അദ്ദേഹം നമ്മളെപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം ഇവിടെ കേൾക്കുന്നുണ്ടാവോ ഈ പറഞ്ഞത്? എപ്പോഴും പറയാനുള്ളൊരു വിഷയമാണ് എന്ത്? ഈ നോമ്പിൽ ഈ റമളാനിൽ മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്നാണ് നിയ്യത്ത് വെക്കുക. ഇനി ഒന്ന് കരുതിയാലും മതി, എന്നാണ് നിയ്യത്ത് വെക്കുക. എന്ത് അങ്ങനെ വെക്കാമല്ലോ അല്ലെ? ഈ റമളാനിൽ മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെക്കുക. എന്നാൽ അത് മാലിക്കി മദ്ഹബ് അനുസരിച്ചാൽ മതി, അങ്ങനെ നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ എന്തിനാണ് അങ്ങനെ? അഥവാ ഒരു ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നു നിൽക്കുക, എന്നാൽ ഇയാളാണ് ഇങ്ങനെ നിയ്യത്ത് വെച്ച ആളാണേനു. ഈ റമളാനിൽ മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ച ആളാണ്. എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് സഹിയാകുമല്ലോ. അപ്പൊ നമ്മുടെ അഥവാ ഒരു ദിവസം രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നാൽ നമുക്ക് എന്ത് ചെയ്യാ? അന്നത്തെ നോമ്പ് പിന്നെ ഓർമ്മ വന്നത് ഇപ്പൊ മഗ്രിബിന് മുമ്പാ ഓർമ്മ വന്നത്, ഞാൻ രാത്രി നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അവനക്ക് ഞാൻ ആദ്യം ഈ റമളാനിൽ മുഴുവൻ നോമ്പ് നോൽക്കാൻ കരുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ നോമ്പ് മാലിക്കി മദ്ഹബ് അനുസരിച്ചാണെങ്കിൽ അത് സഹിയാവും ചെയ്യല്ലോ. അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് മാലിക്കി മദ്ഹബ് അനുസരിച്ചായിക്കോട്ടെ എന്ന് മനസ്സിൽ കരുതിയാൽ മതി, എന്നാ സഹിയാവും. അതല്ല ഇനി ഉച്ചന്റെ മുമ്പായിട്ട് കരുതി ഓർമ്മ വന്നു നിൽക്കല്ലേ? ഉച്ചന്റെ മുമ്പായിട്ട് ഒരാളുടെ റമളാനില് പിന്നെ മുഴുവൻ നോമ്പ് നോൽക്കാൻ കരുതിയിട്ടില്ല ഒരാള്. മാലിക്കി മദ്ഹബിൽ പ്രകാരം സഹിയാകുന്ന രീതിയിലുള്ള ആ നിയ്യത്തുണ്ടല്ലോ, അയാൾ വെച്ചിട്ടില്ല. പിന്നെ അയാളാണ് ഈ രാത്രി നിയ്യത്തൊക്കെ മറന്നു ചെയ്ത് ഉച്ചന്റെ മുമ്പായിട്ട് ഓർമ്മ വന്നു നിൽക്കുക. എന്നാ പിന്നെ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തോണ്ട് നോമ്പ് വെക്കാം. ഹനഫി മദ്ഹബ് പ്രകാരം ഉച്ചന്റെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കൂട്ടർ നെസ്സടിച്ചാണ്. ഞാനിത് പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് മനസ്സിലായ കൂട്ടർ നെസ്സടിച്ചാണ്. ഒരാൾക്ക് മനസ്സിലായിട്ടുള്ളൂ, 2, 3, 4, 5 ആണ്. ആയിക്കോട്ടെ. അപ്പൊ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ? ആയിക്കോട്ടെ, ഓക്കെ. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഒരു കാഫിർ റമളാൻ മാസത്തെ ബഹുമാനിച്ച് നോമ്പ് നോക്കിയാൽ അയാൾക്ക് പടച്ചവന്റെ അടുത്തു നിന്ന് എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമോ? ഒരാൾ ചോദിച്ചപ്പോ ഉസ്താദിനോട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യമായിട്ട് പറയാണ്, ഈ കാഫിർ എന്ന് പറയുമ്പോൾ ചില കാഫിര്യങ്ങൾക്ക് അല്ലെ അമുസ്ലിങ്ങളായ ചില ആളുകൾക്ക് ഒരു വെറുപ്പ് തോന്നാറുണ്ട് അല്ലേ? കാഫിർ, അതിൽ നിങ്ങൾ ആരും വെറുപ്പ് കരുതേണ്ട ആവശ്യമില്ല. അതത്ര ഒരു മോശമായത് ആ നിൽക്കല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയ ഒരു അർത്ഥം അല്ല ഉള്ളത്. അതായത് കാഫിർ നിഷേധിക്കുന്ന ആളെന്നാണ്. നിഷേധിക്കുന്ന ആൾ എന്നാണ് ഇതിന്റെ അർത്ഥം. നിഷേധിക്കുന്ന ആൾ അള്ളാഹു ഒരുവനാണ്, അവന് മാത്രമേ ആരാധന അർപ്പിക്കാൻ പാടുള്ളൂ. അതാണ് സത്യം. ആ സത്യത്തെ നിഷേധിക്കുന്നു നിങ്ങൾ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ്, ഈ പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കും, ആരാധന അർപ്പിക്കാൻ അവന് മാത്രമേ പാടുള്ളൂ. ഇത് സത്യമാണ്.
ഈ സത്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഈ സത്യത്തെ നിഷേധിക്കുന്നവർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഈ ആ അള്ളാഹുവിന് മാത്രം ആരാധന അർപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഈ വിഗ്രഹങ്ങൾക്കും ഉള്ള അതിനൊക്കെ ആരാധിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും തീയിനും അതുപോലെ തന്നെ വിഗ്രഹത്തിനും ഇതിനൊക്കെ നിങ്ങൾ ആരാധിക്കുകയാണ്. ആരാധന അർപ്പിക്കേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് കാഫിർ എന്ന് പറഞ്ഞത്. ഞാനാ പറഞ്ഞത് എന്റെ സംസാരം ആരെങ്കിലും കേൾക്കണമെങ്കിൽ കേൾക്കുന്നെങ്കിൽ കാഫിർ എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് വെറുപ്പുണ്ടാവരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളാരും നിഷേധിക്കണമെന്നില്ല അല്ലെ? പല ആളുകളും നിഷേധിക്കുന്നില്ല. അന്ത്യപ്രവാചകൻ എന്ന് ചില ആൾക്കാർക്ക് പറയാറുണ്ട്. പക്ഷെ അദ്ദേഹം ആ നബിയെ കൊണ്ട് വിശ്വസിക്കണേ, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം. ആ നബി കൊണ്ടുവന്ന എല്ലാം സത്യമാണ് എന്ന കാര്യം വിശ്വസിക്കണം. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ? അതുപോലെ തന്നെ ഇനിയിപ്പോ അന്ത്യദിനം, മറ്റൊരു പുനർജന്മത്തിലാണ് നിങ്ങൾ അല്ലെ, മറ്റൊരു ജന്മം, അതിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോ ഈ ജന്മത്തില് ഇപ്പൊ നമ്മളൊക്കെ മുമ്പ് ആരായിരുന്നു? ഇപ്പൊ യോഗത്തിൽ നമ്മളെല്ലാവരും മുമ്പ് വേറെ ആരും ആയിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇനിയിപ്പോ ജീവിച്ചിരിക്കുന്ന ആളൊക്കെ മരിച്ചു എന്നൊക്കെ, പിന്നീട് അവൻ ഒന്നുകൂടി ജനിക്കും, പിന്നെ ഒന്നുകൂടി ജനിക്കും, ഇനി അങ്ങനെ പല പ്രാവശ്യം ജനിക്കും, പിന്നെ ആ ജനിച്ചിട്ട് പിന്നെ മരിക്കും, പിന്നെ വീണ്ടും ഇയാളെ ജനിക്കും. അപ്പൊ ഓരോ ജീവിതത്തിലെയും പുണ്യങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ജന്മത്തിലെ പിന്നെ മെച്ചവും പിന്നെ വിഷമങ്ങളൊക്കെ ആണൊക്കെ ഉണ്ടാകുക. ഈ ജന്മത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അടുത്ത ജന്മത്തിൽ തന്നെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാം. ഈ ജന്മത്തിൽ വളരെ പുണ്യങ്ങളൊക്കെ ചെയ്തു നിൽക്കുക, വളരെ പുണ്യം ചെയ്തു, അടുത്ത ജന്മത്തിൽ നമ്പൂരിമാരായിട്ട് ജനിക്കുന്ന, അടുത്ത ജന്മത്തില് ബ്രാഹ്മണനായിരിക്കും. എന്നാ അത്ര വലിയ പുണ്യം ചെയ്തിട്ടില്ല. ഇപ്പൊ പുണ്യം ചെയ്തിരിക്കണം കുറച്ചൊക്കെ, എന്നാലും അത്ര വല്ലാതെ പുണ്യം ചെയ്തിട്ടില്ല. എന്നാ ഇപ്പൊ അടുത്ത ജന്മത്തില് ഒരു നായര് മേനോനൊക്കെ ആയിട്ടാണ് ജനിക്കുക. അതിനേക്കാളും കുറച്ച് പുണ്യം ചെയ്തിട്ടുള്ളൂ, എന്നാലും തീയനൊക്കെ ആയിട്ട് ജനിക്കും. വളരെ ജീവിതം വളരെ മോശമായിരുന്നു ഈ ജന്മത്തിൽ നിൽക്കുക, വളരെ തെമ്മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളായിരുന്നു. എന്നാ അടുത്ത ജന്മത്തിൽ ചർമ്മനായിരിക്കും. അതല്ലെങ്കിൽ പട്ടിയ, പൂച്ച, നായ, ഇങ്ങനത്തെ വല്ല ജീവികളൊക്കെയായിരുന്നു അടുത്ത ജന്മത്തിൽ. ഇതാണ് ഇപ്പൊ ഇവരുടെ വിശ്വാസം. എന്നാൽ അതല്ല സത്യം. അതല്ല സത്യം. ഈ ജീവിതത്തിൽ നല്ലത് ചെയ്താൽ നാളെ മരിച്ചു ചെന്നാൽ പിന്നീട് അവന് സുഖലോക സ്വർഗത്തിൽ താമസിക്കാം. അതാ സുഖലോക വിചാരണയൊക്കെ കഴിഞ്ഞ് പിന്നീട് അവന് സ്വർഗത്തിൽ താമസിക്കാം. അതേസമയത്ത് അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണെങ്കിലോ അവന് നരകമായിരിക്കും ഉണ്ടാവും. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ഹക്ക്. ആ ഹക്കിനെയും ആ സത്യത്തെയും നിഷേധിക്കുന്നവൻ, അങ്ങനെയുള്ള കുറെ യാഥാർത്ഥ്യങ്ങൾ, കുറെ സത്യങ്ങളുണ്ട്, ആ സത്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ആൾ ആയതുകൊണ്ടാണ് നിഷേധിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കാഫിർ എന്ന് പറയുന്നത്. അതിന്റെ നേരെ എതിരാണ് മുസ്ലിം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവൻ. എന്താ അനുസരിക്കുന്നവനാണ്? അള്ളാഹും റസൂലും എന്ത് പറഞ്ഞുവോ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവൻ. അതാ അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, അത് അനുസ്കരിക്കുന്നു. നോമ്പ് നിൽക്കാൻ പറഞ്ഞു, നോമ്പ് നിൽക്കുന്നു. അത് ചോദ്യം ചെയ്യണില്ല. എന്തുകൊണ്ടാണ് നോമ്പ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. ചില ആളുകളുണ്ടല്ലോ എന്താ അങ്ങനെ എങ്ങനെ ചോദിക്കില്ലേ, അതിനൊന്നും ആ ചോദ്യത്തിന് ഒരു വിലയില്ല. അത് അള്ളാഹു കൽപ്പിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകർ കൽപ്പിക്കുന്നു, അത് അള്ളാഹുവിന്റെ ദാസന്മാരായ ആ പ്രവാചകന്റെ അനുയായികളായി നാം അനുസരിക്കുന്നു. അതാണ് മുസ്ലിം. അപ്പം അനുസരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ മുസ്ലിം എന്നും, യാഥാർത്ഥ്യങ്ങളെ നിഷേധിക്കുന്നു എന്ന അർത്ഥത്തിൽ കാഫിർ എന്നും പറയുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവണ്ട. നിങ്ങൾ നിഷേധിക്കണ്ട അല്ലേ? നിഷേധിക്കേണ്ട യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിച്ചാൽ എന്നാലും പിന്നെ കാഫിർ എന്നല്ല പിന്നെ പേര്, മുസ്ലിം എന്നാ പിന്നെ നിങ്ങളെ പേര്. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതിന് പണിയില്ലാന്ന് അല്ലേ? ആള് ഒരു മുസ്ലിമാവിന് എത്ര പണിയുള്ള വിഷയമില്ലാന്ന്, വളരെ എളുപ്പമുള്ള ഒരു പണിയാണ് ഇപ്പത്. അള്ളാഹുവിന്റെ തൗഫീഖ് വേണം എന്ന് മാത്രം. അപ്പൊ ഏതാനും ശരി ചോദ്യം അതൊന്നല്ലേ, ഒരു അമുസ്ലിമായ മനുഷ്യൻ അയാളെന്ത് ചെയ്തു? ഇസ്ലാം മതത്തെ ബഹുമാനിച്ചുകൊണ്ട് അയാൾ നോമ്പ് നോൽക്കുന്നു. അയാൾക്ക് അതിന് വല്ല കാര്യം കിട്ടുമെന്ന്. ആഖിറത്തിൽ ഒരു കാര്യം കിട്ടൂല. ആഖിറത്തിൽ ഒരു കാര്യം കിട്ടൂല. കാരണം ആഖിറത്തിൽ കാര്യം ലഭിക്കണമെങ്കിൽ അയാൾ മുസ്ലിം ആവണം. അള്ളാഹുവിന്റെ മാത്രം ഇബാദത്ത് ചെയ്യണം. വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ കൊണ്ടൊക്കെ വിശ്വസിക്കണം. അങ്ങനെ മുസ്ലിം ആവണം. എന്നാലേ ആഖിറത്തിൽ കാര്യം കിട്ടും. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് എന്നാൽ ചിലപ്പോൾ ദുന്യാവിൽ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ കിട്ടും. ദാനധർമ്മങ്ങൾ ചെയ്തു എന്നാൽ ദുന്യാവിൽ മുസീബത്തിനൊക്കെ രക്ഷപ്പെടുകയാണ് കാര്യങ്ങൾ ആ മുസ്ലിങ്ങൾക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ആ മുസ്ലിം അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നാൽ ഈ ഐഹികമായ കാര്യങ്ങൾ അള്ളാഹുത്തിൽ ആ ദുആ കാരണം ചെയ്തു കൊടുക്കുകയോ ചെയ്യും. അതുപോലെ ഇസ്ലാമിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നോമ്പ് നോറ്റു അല്ലെ ആ മുസ്ലിം, എന്നാൽ ഐഹികമായ ജീവിതത്തിൽ അയാൾക്ക് വല്ല ഗുണങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്തേക്കാം. അപ്പൊ ഐഹികമായ ജീവിതത്തിൽ പല ഗുണങ്ങളും അതുകൊണ്ട് ചെയ്തു കൊടുത്തേക്കാം. എന്നാൽ ആഖിറത്തിൽ
കാര്യം ലഭിക്കണമെങ്കിൽ മുസ്ലിം ആവുക തന്നെ വേണം. അതിനൊന്ന് കാരണം എന്താണ്? ഈ സ്വർഗ്ഗം അള്ളാന്റെ ആണല്ലോ അല്ലെ, അതിന് നിബന്ധന വെച്ചിട്ടുണ്ട് അള്ളാഹു തആല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം സൃഷ്ടിച്ചു, അതിൽ സകലമാന സൗകര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചു. സ്വർഗ്ഗം അള്ളാഹു നിർമ്മിച്ചു, അതിൽ സകലമാന സൗകര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചു. എന്നിട്ട് അള്ളാഹു ഒരു നിബന്ധന വെച്ചു. എന്താ നിബന്ധന വെച്ചാ? എനിക്ക് മാത്രം ആരാധന അർപ്പിക്കുന്നവർക്കുള്ളതാകുന്നു ആ ഭവനം എന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? അള്ളാഹു അവന് ഒരു സ്വർഗം ഉണ്ടാക്കി ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നിബന്ധന വെച്ചതാണ്, എന്നെ മാത്രം ആരാധിക്കുന്നവർക്കുള്ളതാണ് അത്. പിന്നെന്തപ്പോ ചെയ്യല്ലേ? അപ്പൊ ആഖിറത്തിൽ ഗുണം ലഭിക്കാൻ സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ കടക്കണേ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് അർപ്പിക്കണം, എന്നാൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോ മറ്റൊരു ചോദ്യം എന്താണ്? മർദ്ദിതനായ കാഫിറിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമോ? അതൊക്കെ സ്വീകരിക്കും. മർദ്ദിതനായ കാഫിറാട്ടെ മുസ്ലിം ആവട്ടെ, അയാൾ എന്ത് ചെയ്തു? ദുആ ചെയ്തു, എന്നാൽ അത് അള്ളാഹു സ്വീകരിക്കും. ഐഹികമായ വിഷയങ്ങൾ സ്വീകരിക്കുന്നു. ആഖിറത്തിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കുകയില്ല, ഗുണം ലഭിക്കുകയില്ല, എന്നാൽ ഐഹികമായ ജീവിതത്തിൽ ഗുണം ലഭിക്കും എന്നർത്ഥം. എനിക്ക് മൈക്കിൽ ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. നിസാബ് എന്നത് 595 ഗ്രാം വെള്ളിയുടെയോ 85 ഗ്രാം സ്വർണത്തിന്റെയോ വില അല്ലേ നോക്കേണ്ടത്? അതാണ് തന്നെയാണ് നിസാബ്. പൈസന്റെ നിസാബാവട്ടെ, കച്ചവടത്തിന്റെ നിസാബാവട്ടെ ഒക്കെ അങ്ങനെ തന്നെയാണ്. 595 ഗ്രാം വെള്ളിയുടെ സംഖ്യയോ അതല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെ സംഖ്യയോ ഒരാളുടെ കൈവശം ഉണ്ടായി, എന്നിട്ട് ആ സംഖ്യ ആൾ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. ആ ഒരു വർഷത്തിന്റെ ഇടയിൽ ഈ പറഞ്ഞ നിസാബിനേക്കാളും ആ സംഖ്യ താഴെ പോയിട്ടില്ല, എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കേണ്ടതാകുന്നു. അതുപോലെ തന്നെ കച്ചവടം, അതിൽ 595 വർഷം പൂർത്തിയായപ്പോൾ 595 ഗ്രാം വെള്ളിയുടെയോ അല്ലെങ്കിൽ 85 ഗ്രാം സ്വർണത്തിന്റെയോ വിലക്കുള്ള ചരക്കുകൾ ഉണ്ട്. എന്നാൽ എന്ത് ചെയ്യണം? അവസാനം വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പോ അങ്ങനെ തന്നെയാണ്. 2:1 കൂട്ടുക എന്ന് പറഞ്ഞാല് അത് അങ്ങനെയാണ്. 595 ഗ്രാം പിന്നെ ഏതാണോ ആദ്യം നിസാബ് തികയാൻ ഏതാണ് ആദ്യം ഏതാണ് നിസാബ് തികയുക, അതാണ് നോക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്വർണം കണക്കാക്കിയാലാണോ അതല്ല വെള്ളി കണക്കാക്കിയാലാണോ ഏറ്റവും അധികം വേഗം നിസാബ് തികയുക എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളി കണക്കാക്കിയാണ്. 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം ഒരു 20,000 ഇന്ത്യൻ ഉറുപ്പിക മതി അല്ലേ? അതേ സമയത്ത് 85 ഗ്രാം സ്വർണത്തിന് ഏകദേശം 2.5 ലക്ഷം റുപ്യാണ്. അപ്പോ നിസാബ് തികയാൻ ഏത് ആധാരമാക്കി ഏറ്റവും എളുപ്പം, ഏറ്റവും നല്ല ഏതാണ്? വെള്ളി. എന്നാ ഫക്കീർ മിസ്കിന്മാർക്ക് ഒരാളുടെ കയ്യിൽ 20,000 റുപ്യ ഉണ്ടായി അല്ലേ? 20,000 റുപ്യ ഒരാളുടെ കയ്യിലുണ്ടായി. ആ 20,000 റുപ്യ അയാൾ ചെലവഴിക്കാതെ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു, എന്നാൽ അതിന്റെ 2% ഫക്കീർ മിസ്കിന്മാർക്ക് കിട്ടുമല്ലോ, സക്കാത്തിന്റെ അവകാശികൾ കിട്ടുമല്ലോ. അപ്പൊ ഏത് കണക്കാക്കിയാലാണ് അവകാശികൾക്ക് ഏറ്റവും ഗുണം ലഭിക്കുക അത് കണക്കാക്കുക, അതാണ് പറഞ്ഞത്. പിന്നെ RS 2475 ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇപ്പോൾ. അപ്പോ 85 പെരുക്കണം 2475 2,08,375 റുപ്യ ആണ്. സ്വർണം വെച്ച് നിസാബ് നോക്കിയാൽ തെറ്റാവുമോ? സ്വർണം വെച്ച് നിസാബ് സ്വർണത്തിന്റെ സക്കാത്ത കൊടുക്കണം നിൽക്കുക. സ്വർണത്തിന്റെ സക്കാത്ത് എന്നാൽ 85 ഗ്രാം ഉണ്ടായാൽ അതിന്റെ 2% സ്വർണമാണ് കൊടുക്കേണ്ടത്. വെള്ളിയാണ് ഒരാളത്തുള്ളത്, എന്നാൽ 595 ഗ്രാം വെള്ളി ഉണ്ടായാൽ അതിന്റെ സക്കാത്ത് വെള്ളിയാണ് കൊടുക്കേണ്ടത്. അതേസമയത്ത് അതല്ല, കച്ചവട സാധനമാണ്, അതല്ലെങ്കിൽ പൈസയാണ് അയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ അവിടെ അവകാശികൾക്ക്, സക്കാത്തിന്റെ അവകാശികൾക്ക് ഏത് കണക്കാക്കിയാലാണ് ഏറ്റവും ഗുണം ലഭിക്കുക അതാണ് നോക്കേണ്ടത്. അപ്പൊ അവിടെ 85 ഗ്രാം സ്വർണത്തിന്റെ അതാണ് കണക്കാക്കുന്നതെങ്കിലേ അതിനേക്കാൾ താഴെയുള്ള സംഖ്യക്ക് സക്കാത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഫക്കീർ മിസ്കിന്മാർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരെ മറിച്ച് 595 ഗ്രാം വെള്ളിയുടെ പൈസ കണക്കാക്കുകയാണെങ്കിലോ അപ്പൊ അത് ഫക്കീർ മിസ്കിന്മാർക്ക് അതുകൊണ്ട് ഗുണമാണ്. അപ്പൊ അവർക്ക് ഗുണമുള്ള അതാണ് മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഉസ്താദ് മറുപടി തന്നു കാണും എന്ന് കരുതുന്നു. പക്ഷേ എന്റെ സിസ്റ്റം ഹാങ് ആയിപ്പോയത് കൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. സുബ്ഹി ബാങ്ക് കൊടുത്ത ഉടനെ ഫർള് നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ ഉള്ള വിധി
നോമ്പ് തന്നെ. രാത്രി എന്ത് ചെയ്യില്ല, നിയ്യത്ത് വെച്ചില്ല. രാത്രി നിയ്യത്ത് വെക്കാൻ മറന്നു. അങ്ങനെ സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് ഓർമ്മ രാത്രി നിയ്യത്ത് വെച്ചില്ലല്ലോ എന്ന്. എന്നാൽ ഷാഫി മദ്ഹബ് പ്രകാരം അവന്റെ നോമ്പ് സഹിയാവൂല, അതും ആ നോമ്പ് ഖളാ തന്നെ വേണം. പക്ഷെ അവിടെ ഒരു എളുപ്പമാർഗമുണ്ട് നമുക്ക്. എന്താണ് എളുപ്പമാർഗം? ഹനഫി മദ്ഹബ് പ്രകാരം ളുഹറിന്റെ മുമ്പായി നിയ്യത്ത് വെച്ചാൽ മതി. ളുഹറിന്റെ ഫർള് നോമ്പാണെങ്കിലും ശരി, ഹനഫി മദ്ഹബ് പ്രകാരം ഉച്ചയുടെ മുമ്പ് നിയ്യത്ത് വെച്ചാൽ മതി. അപ്പൊ വേഗം എന്ത് ചെയ്യുക, സുബഹിന്റെ ശേഷം ഓർമ്മ വന്ന് രാത്രി നിയ്യത്ത് വെച്ചില്ലെന്ന്. അപ്പൊ അവൻ കരുതുക, ഞാൻ അന്നത്തെ നോമ്പ് ഹനഫി മദ്ഹബ് പ്രകാരമാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവൻ അപ്പം നിയ്യത്ത് വെക്കുക. അപ്പം നിയ്യത്ത് വെക്കുക. കാരണം ഹനഫി മദ്ഹബ് പ്രകാരം സുബഹിന്റെ ശേഷം നിയ്യത്ത് വെക്കാം, ളുഹറിന്റെ മുമ്പ് എപ്പോഴും നിയ്യത്ത് വെക്കാം. മനസ്സിലായിട്ടുണ്ടാവൂല അല്ലേ? പിന്നെ തൊണ്ടയിൽ വിക്സ് പുരട്ടുന്നതിന് നോമ്പിന് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. തൊണ്ടയിൽ കാരണം തൊണ്ടന്റെ ഉള്ളിലല്ല കേട്ടോ, വായന്റെ ഉള്ളിലല്ല. ഈ ചങ്കിലേ ഇങ്ങനെ വിക്സ് ഒക്കെ പറ്റില്ല സാധനം നമ്മൾ, അതുകൊണ്ട് കുഴപ്പമുണ്ടോന്നല്ല, കുഴപ്പമില്ല. കാരണം തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള സാധനം അകത്ത് കടന്നെങ്കിലേ നോമ്പ് പോലുള്ളൂ. ഇത് തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടെ ഒന്നല്ലല്ലോ, ചങ്കിലിങ്ങനെ തേക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് ലഭിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അകത്തൊക്കെ കറക്കണമെന്നില്ല. അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ചുണ്ട് പൊട്ടുന്നതിന് എന്തെങ്കിലും പുരട്ടിയാൽ നോമ്പ് കുഴപ്പമുണ്ടോ? അതും കുഴപ്പമില്ല. ചുണ്ട് പൊട്ടുന്നതിന് വല്ല മരുന്നൊക്കെ ചുണ്ടുമ തേച്ച് നിൽക്കുക. പക്ഷെ അതിന്റെ തടി, ആ ചുണ്ടുമ തേച്ചതിന്റെ തടി ഉണ്ടല്ലോ, അത് വായയെ കൂടി അകത്തേക്ക് ഇറങ്ങാൻ പാടില്ല. വായൽക്കറങ്ങുണ്ടോ കുഴപ്പമില്ല, വായൽക്കറിഞ്ഞാൽ തുപ്പി കളഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം തുപ്പി കളയാതെ അത് അകത്തേക്ക് കടന്നു എന്നാൽ നോമ്പ് മുറിയും. അതല്ലാതെ ചുണ്ടുമ പറ്റിയോണ്ടൊന്നും നോമ്പ് മുറിയില്ല. പിന്നെ മൊബൈലിൽ ഖുർആൻ ഓതിയാൽ നോക്കി ഓതുന്ന കൂലി കിട്ടുമോ? ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈ മൊബൈലിൽ കാണുന്ന അത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുന്ന അക്ഷരം അത് മക്തൂബല്ല, എഴുതപ്പെട്ടതല്ല. അത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ചില അക്ഷരങ്ങളുടെ അതിന്റെ നിഴലാണ് ഈ കാണുന്നത് എന്ന് ചില അഭിപ്രായമുണ്ട്. അപ്പൊ ആ അഭിപ്രായം അനുസരിച്ച് പിന്നെ ഖുർആന്റെ പിന്നെ മുസാഫ് തുറന്നതിന്റെ വിധിയല്ല അതിനുള്ളത്. അപ്പൊ അത് ശരിക്കും മുസാഫ് അല്ല. അപ്പോ അതല്ല, നമ്മൾ സാധാരണ സൂക്ഷ്മത എന്നൊക്കെ തന്നെയാണ്. അപ്പൊ ആ അടിസ്ഥാനത്തില് മൊബൈലിലേക്ക് നോക്കി ഓതി നിൽക്കുക, അല്ലെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് നോക്കി ഓതി, എന്നാൽ മുസാഫ് നോക്കി ഓതിയ കൂലി കിട്ടും എന്ന് പറയലാണ് നല്ലത്. അതുപോലെ തന്നെ ആ അഭിപ്രായം അനുസരിച്ച് അല്ലെ, അത് പിന്നെ ഒന്നുമില്ലാതെ ആ ഖുർആന്റെ ആയത്തുകളൊക്കെ ആ മൊബൈലിൽ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുന്ന സമയത്ത് അത് തൊടാനും പാടില്ല. അത് തന്നെയാണ് സൂക്ഷ്മത. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അഭിപ്രായവും ഉണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഫാത്തിഹയിൽ ബിസ്മി ഓതി ഒച്ചത്തിൽ ഓതാത്ത ഇമാമിനെ തുടരുകയും തീരെ ഓതുന്നില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ നിസ്കാരം മടക്കണോ? മറ്റു മദ്ഹബിൽ ഫാത്തിഹയിൽ ബിസ്മി നിർബന്ധമില്ലേ? ഫാത്തിഹയിൽ ബിസ്മി ഹനഫി മദ്ഹബ് പ്രകാരവും ഹംബലി മദ്ഹബ് പ്രകാരവും ഫാത്തിഹയിൽ ബിസ്മി ഓതൽ നിർബന്ധമില്ല, സുന്നത്താണ്. ഫാത്തിഹ ഓതുമ്പോ ബിസ്മി ഓതല് ഹനഫി മദ്ഹബ് പ്രകാരവും ഹംബലി മദ്ഹബ് പ്രകാരവും നിർബന്ധമില്ല, സുന്നത്താണ്. പിന്നെ വമിൻഹാ അത്തസ്മിയത്തു ഫീ കുല്ലി റകഅത്തിൻ ഖബ്ല അൽ-ഫാത്തിഹത്തി ബിഅൻ യഖൂല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹയുടെ മുമ്പായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാം. വഹിയ സുന്നത്തുൻ, ആ ബസ്മല തസ്മിയത്ത് എന്താണ്? സുന്നത്താണ്. ഇൻദൽ ഹനഫിയത്തി വൽ ഹനാബിലത്തി, ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബിലും. അമ്മ ശാഫിഅത്തു ഫയഖൂലൂന ഇന്നഹാ ഫർദുൻ, ഷാഫി മദ്ഹബ് പ്രകാരം ഓതൽ നിർബന്ധ, ബിസ്മി ഓതൽ നിർബന്ധ. വൽ മാലിക്കിയത്തു യഖൂലൂന ഇന്നഹാ മക്റൂഹത്തുൻ, ഫാത്തിഹയിൽ ബിസ്മി ഓതൽ കറാഹത്താണ് എന്നാണ് മാലിക്കി മദ്ഹബ്. അപ്പൊ എന്തെല്ലാം ആയില്ലേ? മാലിക്കി മദ്ഹബ് ഫാത്തിഹയിൽ ബിസ്മി ഓതൽ കറാഹത്ത്, ഷാഫി മദ്ഹബ് നിർബന്ധം, അല്ലെ, ഹംബലി മദ്ഹബും ഹനഫി മദ്ഹബും സുന്നത്ത്. അപ്പൊ ഏതായാലും ശരി, ഷാഫി മദ്ഹബുകാരനായ ഒരു ഇമാമിനെ തുറന്നു നിസ്കരിച്ചു. ആ ഇമാമ് ഫാത്തിഹയിൽ ഉറക്കി ഓതിട്ടില്ല, പതുക്കി ഓതിട്ടില്ല ബിസ്മി. കാരണം അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇനി അവിടെ പതുക്കെ ഓതാൻ നേരം ഉണ്ടായിട്ടുണ്ടാ ഇല്ലല്ലോ. അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. അപ്പൊ അയാൾ പതുക്കി ഓതിട്ടില്ല, ഉറക്കി ഓതിട്ടില്ല, കാര്യം ഉറപ്പാണ്.
അപ്പൊ അങ്ങനത്തെ ഒരു ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നാണ്? പറ്റുകയില്ല എന്നാ. കാരണം അയാളുടെ നിസ്കാരം സഹിയല്ല. കാരണം ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ് ഫാത്തിഹ ബിസ്മി, അയാൾ ഓതിട്ടില്ല. അപ്പോ ഫാത്തിഹ മുഴുവൻ ഓതാത്ത ഇമാമാണ് അയാൾ. അപ്പൊ അയാൾ നിസ്കാരം സഹിയല്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. പിന്നെ ഇനിയിപ്പോ അവിടെ മാർഗമുണ്ട് അല്ലേ? മാർഗമുണ്ട്, എല്ലാറ്റിനും മാർഗമുണ്ടേ. എന്താ മാർഗം? അയാൾക്ക് നിസ്കാരം സഹല അല്ലേ, ഹനഫി മദ്ഹബോ ഹംബലി മദ്ഹബോ ഏത് ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുക എന്നാ മതി. വേറെ പ്രശ്നം നിസ്കാരത്തിനിടെ വെച്ച് തഖ്ലീദ് ചെയ്യാം. അങ്ങനെ ഇമാമാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കുന്നത് ഹംബലി മദ്ഹബ് പ്രകാരമാണ് അല്ലെ ഹനഫി മദ്ഹബ് പ്രകാരമാണ് എന്നവൻ മനസ്സിലാക്കുക. അപ്പോ ഒളു എടുക്കുമ്പോ തന്നെ ശ്രദ്ധിക്കണല്ലേ, ഒളു എടുക്കുമ്പോ ആ മദ്ഹബ് അനുസരിച്ച് സഹിയാവുന്ന രീതിയിലാണ് ഒളു ചെയ്യണം. അത്രേ ഉള്ളൂ. അതിന് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്ത് എടുത്തിട്ട് ഒരാൾ ഒളു എടുക്കുകയാണെങ്കിൽ എല്ലാ മദ്ഹബിലും അവന്റെ ഒളു സഹിയായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒളു എടുക്കുമ്പോ തന്നെ നമ്മുടെ മദ്ഹബിൽ സുന്നത്തായ തലക്ക് മുഴുവൻ തടവുക, അവയവങ്ങളൊക്കെ തേച്ചുരക്കുക, പോലത്തെ പിന്നെ ഒളുവിന്റെ ആദ്യത്തിൽ ബിസ്മിയൊക്കെ ചെല്ലുക, ഒക്കെ നമ്മുടെ മദ്ഹബിൽ സുന്നത്താണല്ലോ. ആ സുന്നത്തൊക്കെ എടുത്തുകൊണ്ട് നമ്മളാണ് ഒളു ചെയ്താൽ എല്ലാ മദ്ഹബിലും അവന്റെ പിന്നെ നിസ്കാരം അവന്റെ ഒളു സഹിയാണ്. അപ്പൊ അവന് ഏത് മദ്ഹബും പിന്നീട് തഖ്ലീദ് ചെയ്യുകയും ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് അവന് മറ്റു മദ്ഹബൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ തഖ്ലീദ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതൊക്കെ എങ്ങനെയും മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ല. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമല്ലേ. നമ്മൾ പഴയ കാലത്ത് നാട്ടിലെ കൂടിയ മാതിരിയല്ല. ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. ഇപ്പൊ നാട്ടിലെ ആളുകൾക്ക് തന്നെ അങ്ങനെ തന്നെ. ഇപ്പൊ പഴയ കാലത്തൊക്കെ പുത്തമ്പള്ളിക്ക് സിയാറത്തിന് പോയിട്ട് മാതിരിയാണ് ഇപ്പൊ ആൾക്കാർ ഉംറക്ക് പോകല്. അങ്ങനെയാണ് അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് ആളുകളൊക്കെ പുത്തമ്പള്ളിക്ക് സിയാറത്തിനൊക്കെ പോകുന്നുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ. അത്ര വില ഉള്ളു ഇപ്പൊ ഉംറക്ക് പോയാല്. ഇപ്പൊ നാട്ടിൽ പോയ അല്ലെങ്കിൽ വിളിക്കുമ്പോ അയാൾ ചെയ്യാടെ മുപ്പത് ഉംറക്ക് പോയതാണ്, അപ്പൊ മറ്റേ ഓള് ഉംറക്ക് പോയതാണ്. അപ്പൊ യാതൊരു വിഷയമില്ലാതെ പിന്നെ ഉംറക്കൊക്കെ പോലെ വളരെ വ്യാപകമാണ്. ഇപ്പൊ യാതൊരു പ്രശ്നമില്ല ആൾക്കാർക്ക് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇമാമുമാരുമായി തുടർന്ന് നിസ്കരിക്കേണ്ടുന്ന ഒരു അവസ്ഥയുമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹറമിലൊക്കെ ചെന്നില്ലേ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഒരു പള്ളിയിൽ പിന്നെ ജമാഅത്തിന് കൂടി ആ ഇമാമ് ആദ്യത്തെ റക്അത്തിൽ ചിലപ്പോ അയാള് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി ചെറിയൊരു ഇഫ്തിറാഹിന്റെ ദുആക്ക് ചെറിയ ദുആഉൽ ഇഫ്തിറാഹ് നടത്തിണ്ടാവും. അപ്പൊ അല്പം നേരം ആൾ മുണ്ടാകുന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആളെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കാം, ആൾ പതുക്കെ ബിസ്മി ചൊല്ലിട്ട് ഉണ്ടാവണം എന്ന് നല്ല വിചാരം വിചാരിക്കാം ആളെ കുറിച്ച്. അതേസമയത്ത് രണ്ടാമത്തെ റക്അത്തിൽ ചില ഇമാമിങ്ങൾ കാണല്ലേ, രണ്ടാമത്തെ സുജൂദിന് അങ്ങോട്ട് ഉയരിക്കാരൻ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ഇനിയിപ്പോ ആള് ബിസ്മി പതുക്കിയും ചെല്ലിട്ടില്ല ഉറക്കിയും ചെല്ലിട്ടില്ല, ഉറപ്പല്ല നമുക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൈയൊഴിച്ച് പോരെ. നമ്മുടെ മദ്ഹബ് അനുസരിച്ചാണ് ഇയാളുടെ നിസ്കാരം സഹിയല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമ്മള് വെച്ച് പോരെ? വേണ്ട, കൈയൊഴിച്ച് പോരൊന്നും വേണ്ട. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഞാനിപ്പോ ഈ നിസ്കാരം നിസ്കരിക്കുന്നത് അങ്ങനെ ഇമാമിന്റെ അടുത്ത് നമ്മൾ കണ്ടാല് ഞാനിപ്പോ ഈ നിസ്കാരം നിസ്കരിക്കുന്നത് ഫാത്തിഹയിൽ ബിസ്മി നിർബന്ധമില്ല എന്ന് പറയുന്ന പിന്നെ മദ്ഹബാണ്. ഹനഫി മദ്ഹബോ അല്ലെങ്കിൽ ഹംബലി മദ്ഹബോ ഏതൊരു ആ മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ നിസ്കാരം നിസ്കരിക്കുന്നത് എന്ന് അയാൾ എന്ത് ചെയ്യുക? അത് കരുതുക. അങ്ങനെ കരുതണമെങ്കിൽ എന്ത് വാണച്ചുണ്ടോ? നിസ്കാരം മാത്രമല്ല, നിസ്കാരത്തിന് മുമ്പ് അതിന്റെ അനുബന്ധങ്ങളും ആ മദ്ഹബ് അനുസരിച്ച് ആവണം, സഹിയാവണം. അപ്പൊ ഔറത്ത് മറക്കുക, വുളു ചെയ്യുക പോലത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വിഷയവും ആ മദ്ഹബിൽ സഹിയാവുന്ന രീതിയിൽ ആവണം. അതിനിപ്പോ വല്ലാതെ പഠിക്കേണ്ടതുണ്ടായില്ല. അതിന് നമ്മളെപ്പോഴും പറയേണ്ടതാണ്, നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്താൽ മതി. ഇപ്പൊ വുളു എടുക്കുകയാണ്, വുളു എടുക്കുമ്പോൾ നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തു, എന്നാൽ എല്ലാ മദ്ഹബിലും അവന്റെ വുളു സഹിയായിട്ടുണ്ടാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് വുളുവിന്റെ ആദ്യത്തിൽ ബിസ്മി ചെല്ലൽ നിർബന്ധമാണ്. ബിസ്മി ചെല്ലൽ നിർബന്ധമാണ്, നമ്മുടെ മദ്ഹബിലെ സുന്നത്താണ്. അപ്പൊ നമ്മളെന്താ ആ സുന്നത്ത് ബിസ്മിയൊക്കെ ചെല്ലിട്ടാണ് നമ്മുടെ മുൻകൈ കഴിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് മുൻകൈയൊക്കെ കഴുകി അല്ലേ? പിന്നെ ഹംബലി മദ്ഹബ് അനുസരിച്ച് തല മുഴുവൻ തടവൽ നിർബന്ധമാണ്, നമ്മുടെ മദ്ഹബ് അനുസരിച്ച് സുന്നത്താണ്. അപ്പൊ നമ്മുടെ ആ സുന്നത്ത് അനുസരിച്ച് തല മുഴുവൻ തടവി. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലാണ് ഹനഫി മദ്ഹബിലാന്ന് എനിക്കറിയില്ല, ദൽകുൽ അഅ്ളാ നിർബന്ധമാണ്. അതായത് അവയവങ്ങൾ തേച്ചടച്ച് കഴുകുക, അത് നിർബന്ധമാണ്. തേച്ചടച്ച് കഴുകാൻ ചകിരിത്തുപ്പും മറ്റൊക്കെ താണ്ട് കുറക്കാനല്ല ഈ പറഞ്ഞത്. ആ കഴുകപ്പെടുന്ന അവയവത്തിന്റെ മേൽ കയ്യൊന്ന് നടത്തുകയാണ്. ഒരു വെള്ളം ഒലിപ്പിച്ചാൽ മാത്രം പോലെ കയ്യൊന്ന് നടത്തുക, അത് നിർബന്ധമാണ്. നമ്മുടെ മദ്ഹബിലെ സുന്നത്താണ്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒന്നും എടുത്താൽ എല്ലാ മദ്ഹബിലും അവന്റെ ഒന്നും സഹിയായിട്ടുണ്ടാവും. അപ്പൊ അവനെ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടായാൽ ആ മദ്ഹബൻ തഖ്ലീദ് ചെയ്താൽ മതി, അതിന് എളുപ്പമാണ്.
അപ്പൊ ആ രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ മസല മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, മരിച്ച ആൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? ഹജ്ജൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഉണ്ടാ? ഈ ചോദിച്ച ആൾ ഇവിടെ ഉണ്ടെങ്കിൽ റിസർച്ചാണ് നിങ്ങളുടെ PM-ല് ഒന്ന് വിശദീകരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ വിശദീകരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കേൾക്കണേ. ഇവിടെ ഉണ്ടാ? ഉണ്ട്. എന്നാലേ മരിച്ച ആൾക്ക് വേണ്ടി ഹജ്ജൊക്കെ ചെയ്യാം. പക്ഷെ എന്തുവാണെന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മരിച്ച അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാൾ ഹജ്ജ് ചെയ്ത ആളാണ്. എന്നാൽ പിന്നെ അയാളുടെ പേരിൽ വേറെ ഹജ്ജ് ചെയ്യാൻ പറ്റുകയില്ല. ഇനി അയാളുടെ പേരിൽ ഹജ്ജ് ചെയ്യാം. അയാൾ വസിയത്ത് ചെയ്തിരുന്നെങ്കിൽ, അയാൾ ഹയാത്ത് കാലത്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാൾ വസിയത്ത് ചെയ്തു. എന്ത്? ഞാൻ ഒരു ഹജ്ജ് ചെയ്തത് ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ എനിക്കൊരു ഹജ്ജ് കൂടി ചെയ്യണം, അത് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് മക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോടോ അയാൾ പറഞ്ഞു. ഒരു ഹജ്ജ് കൂടി ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തു. എന്നാൽ എന്ത് ചെയ്യാം? അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? വേറെ ഹജ്ജ് ചെയ്യാം. അതല്ല, അയാൾ വസിയത്ത് ചെയ്തിട്ടില്ല, അയാളാണെങ്കിലോ ജീവിതത്തിൽ ഹജ്ജ് ചെയ്ത ആളുമാണ്, എന്നാൽ പിന്നെ അയാൾ മരിച്ചതിന് ശേഷം അയാൾക്ക് വേണ്ടി മറ്റാരും ഹജ്ജ് ചെയ്യാൻ പറ്റുകയില്ല. മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? പിന്നെ അപ്പോ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, വസ്വാസ് കാരണം നിസ്കാരം മാറ്റി നിസ്കരിച്ചാൽ എന്തെങ്കിലും ഒരു നിസ്കാര സഹിയായാൽ മതിയോ? ആൾ രണ്ടാമത്തെ നിസ്കാരം നിസ്കരിക്കലോട് കൂടി ആദ്യത്തെ നിസ്കാരം ബാത്തിലാകുമോ? ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന വിഷയം ഒരാള് ഫർദ് നിസ്കരിച്ചു. ഒരാള് ശ്രദ്ധിക്കണ്ടോ? ഒരാൾ ഫർദ് നിസ്കരിച്ചു. ആ ഫർദ് നിസ്കാരം സഹിഹായിട്ടുണ്ട്. ആ ഫർദ് നിസ്കാരം ബാത്തിലല്ല. ബാത്തിലായ നിസ്കാരം സഹിയാവില്ല, വേറെ നിസ്കരിക്കാൻ വേണം. പിന്നെ ആ നിസ്കാരം ബാത്തിലായിട്ടൊന്നുമില്ല, ആ നിസ്കാരം സഹിഹാണ്. എന്നാൽ പിന്നെ അയാൾക്ക് ആ നിസ്കാരം മടക്കി നിസ്കരിച്ച ആ നിസ്കാരം സഹിയാവും ചെയ്യൂല, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ലെന്ന്. ഒരിക്കൽ നിസ്കരിച്ച നിസ്കാരം ഫർദ് നിസ്കാരേ, ഒരിക്കൽ നിസ്കരിച്ച ഫർദ് നിസ്കാരം അത് സഹിഹായിട്ടുണ്ട് എങ്കിൽ അത് പിന്നെ മടക്കി നിസ്കരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മടക്കി നിസ്കരിച്ച നിസ്കാരം മടക്കി നിസ്കരിക്കുന്നത് സഹിയാവുകയും ഇല്ല. പിന്നെ എന്തേ പറ്റുള്ളൂണ്ട? പിന്നെ രണ്ടാമത് ജമാഅത്തായിക്കൊണ്ട് മടക്കി നിസ്കരിക്കാം. രണ്ടാമത് ജമാഅത്തായിക്കൊണ്ട് മടക്കി നിസ്കരിക്കാം. ഫർള് നിസ്കാരം അതാ ആയിക്കൊണ്ട്, അതായത് ഖളാ ആവാതെ അതാ ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം ജമാഅത്തായിക്കൊണ്ട് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. ഫർള് നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. ഫർള് നിസ്കാരം ഖളാ ആയിട്ടല്ല, അതാ ആയിക്കൊണ്ട് ഒരിക്കൽ മാത്രം ജമാഅത്തോട് കൂടി മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അത് ആദ്യം നിസ്കരിച്ച് ജമാഅത്തോട് കൂടി ആവട്ടെ അല്ലെങ്കിൽ ഒറ്റക്കാവട്ടെ, രണ്ടാമത് നിസ്കരിക്കണം എന്ത് വേണം? ജമാഅത്തായിട്ടാണ് മടക്കി നിസ്കരിക്കേണ്ടത്. ജമാഅത്തായിട്ടാണെങ്കിലേ സഹിയാകൂ. അത് മടക്കി നിസ്കരിക്കൽ സുന്നത്താണ്. അപ്പൊ ആദ്യത്തെ നിസ്കാരത്തിൽ വരെ കുഴപ്പം സംഭവിച്ചു നിൽക്കുക. ആദ്യത്തെ നിസ്കാരത്തിന് വരെ കുഴപ്പം സംഭവിച്ചാല് ആദ്യത്തെ നിസ്കാരം സഹിയായിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ പിന്നെ രണ്ടാമത് നിസ്കരിക്കുന്നത് മടക്കി നിസ്കരിക്കല്ല, അത് ശരിക്കുള്ള നിസ്കാരം തന്നെയാണ്. രണ്ടാമത് നിസ്കരിക്കുന്നത് മടക്കി നിസ്കാരമല്ല, അതിന് മടക്കി നിസ്കരിക്കുക എന്ന് പറയില്ല. കാരണം ആദ്യത്തെ നിസ്കാരം സഹിയായിട്ടില്ലല്ലോ. അപ്പൊ രണ്ടാമത് നിസ്കരിക്കുന്നത് അവന്റെ ആദ്യത്തെ നിസ്കാരമാണ്. നേരെ മറിച്ച് ആദ്യത്തെ നിസ്കാരം സഹിയായിരിക്കുന്നു, അത് ഉറപ്പാണ്. ആദ്യത്തെ നിസ്കാരം സഹിയായിരിക്കുന്നു, അത് പിന്നെ മടക്കി നിസ്കരിക്കാൻ പാടില്ല. മടക്കി നിസ്കരിക്കൽ തെറ്റാണ്. മടക്കി നിസ്കരിച്ച നിസ്കാരം സഹിയാവുകയും ചെയ്യുകയില്ല. എങ്ങനെ? അല്ലാതെ ജമാഅത്തായിക്കൊണ്ട് അതാ ആയിക്കൊണ്ട് ഒരു പ്രാവശ്യം മടക്കി നിസ്കരിക്കാം, അത് സുന്നത്താണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട? ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവോ? എല്ലാവരും അങ്ങനെ ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല. അതല്ലാതെ അങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. ഓക്കെ. ഉംറക്കും അതെ, ഉംറക്കും അങ്ങനെ തന്നെയാണ്. ഏത് നേരത്തെ ചോദിച്ചതിന്റെ അനുബന്ധമാണ്. ഉംറയിൽ തന്നെ ഒരാൾ എന്ത് ചെയ്തിരിക്കണേ? ജീവിതകാലത്ത് ഒരിക്കൽ ഉംറ നിർവഹിച്ച ആളാണ്. അയാളെ ഫർളായ ഉംറ നിർവഹിച്ച ആളാണ്. അയാൾക്ക് പകരം അയാൾക്ക് പിന്നെ അയാൾ മരിച്ചതിന് ശേഷം പിന്നെ വേറെ ഉംറ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ എന്തുവാണ്? അയാളെ വസിയത്ത് വേണം. എനിക്കൊന്ന് ഉംറ ചെയ്യണട്ടോ എന്ന് വസിയത്ത് ചെയ്തതിന് പറ്റുകയില്ല, പറ്റുകയില്ല. പിന്നെ
അസ്സലാമു അലൈക്കും. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. ഉസ്താദെ 6 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, ബാക്കി 2 റക്അത്തും 3 റക്അത്ത് വിത്റും ഒന്നിച്ച് 5 റക്അത്ത് അത്തഹിയാത്ത് ഒന്നുമില്ല. അവസാനത്തെ റക്അത്തിൽ ഖുനൂത്തും ഓതി. ഇങ്ങനെ നിസ്കരിക്കാൻ പാടുണ്ടോ? അത് പാടുണ്ട്, മനസ്സിലാക്കണം. 6 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചു എന്ന് തറാബീഹിന് പറ്റാ. തറാബീഹ് 2 റക്അത്ത് നിസ്കരിക്കാനേ പറ്റുള്ളൂ. തറാബീഹായി വിത്ർ നിസ്കരിക്കാം. വിത്ർ എന്ത് ചെയ്യാ? 11 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, അല്ലെങ്കിൽ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം, 7 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തറാബീഹിനെ പറ്റൂല. തറാബീഹ് 2 റക്അത്തായിട്ട് നിസ്കരിക്കണം. അപ്പോ 6 റക്അത്ത് തറാവീഹ് അത് ഒന്നിച്ചല്ല കേട്ടോ, അത് വേറെ തന്നെയാണ്. 6 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, ബാക്കി 2 റക്അത്തും 3 റക്അത്ത് വിത്റും ഒന്നിച്ച്, അങ്ങനെ 5 റക്അത്ത് അത്തഹിയാത്ത് ഒന്നുമില്ല. അവസാനത്തെ അത്തഹിയാത്തിൽ ഖുനൂത്തും മതി. ഇങ്ങനെ അതങ്ങനല്ല. അതിപ്പോ ഈ 5 വിത്ർ ഇങ്ങനെയല്ല. 6 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു, 5 റക്അത്ത് വിത്റും നിസ്കരിച്ചു, അങ്ങനെ കൂടെ അങ്ങനെ ആവാലോ. അങ്ങനെയായിരിക്കും. തറാവീഹ് 20 റക്അത്താണ്, അതിലത്തെ 6 റക്അത്താണ് ഒരാൾ നിസ്കരിച്ചത്. അത് 2 റക്അത്തായിട്ട് നിസ്കരിച്ചു, അപ്പൊ സഹിയായിട്ടുണ്ട്. 6 റക്അത്ത് സഹിയായിട്ടുണ്ട്. പിന്നെ 5 റക്അത്ത് നിസ്കരിച്ചു. 5 റക്അത്ത് 2 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും അങ്ങനല്ല. കാരണം വിത്ർ 11 വരേക്കും പിന്നെ വിത്ർ നിസ്കരിച്ചൂടെ? 11 റക്അത്ത് വരെ നിസ്കരിക്കാമല്ലോ. അപ്പൊ 5 റക്അത്ത് വിത്രായിട്ട് എന്ത് ചെയ്യാൻ നിയ്യത്ത് വെച്ച് നിസ്കരിക്കാം, വിരോധമില്ല. വിത്രാണെങ്കിലോ 5 റക്അത്ത് തയ്യത്തൊന്നും ഓടാതെ തന്നെ 5 റക്അത്ത് ഒന്നാം നിസ്കരിക്കാം, 7 റക്അത്ത് ഒന്നാം നിസ്കരിക്കാം, 11 റക്അത്ത് വരേക്കും ഒന്നാതെ നിസ്കരിക്കാം. അവസാന തയ്യാത്ത് മാത്രം അങ്ങനെയാവാം. വിത്റിന് തറാബീഹിനെ കുറിച്ചല്ല പറഞ്ഞ. തറാബീഹ് 2 റക്അത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോ അല്ല, അവിടെ എങ്ങനെയെങ്കിലും ആക്കട്ടെ. അങ്ങനെ ഇങ്ങനെ നിയ്യത്ത് വെച്ചാൽ മതി. ഏത് പിന്നെ 6 റക്അത്താണ് നിസ്കരിച്ചത്, 2 റക്അത്ത് തറാബീഹ്, ബാക്കി 5 റക്അത്ത് ഒന്നിച്ച് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിത്റാക്കുക. അത് വിത്രായിട്ട് വിത്ര അങ്ങനെ തുടർച്ചയായിട്ട് ഒന്നിച്ച് നിസ്കരിക്കാം. തറാബീനാണ് പറ്റില്ല. തറാബി 2 റക്അത്ത് തന്നെ പറ്റുള്ളൂ. പിന്നെ നോമ്പ് എടുത്ത് പകൽ സമയം ഉറങ്ങുമ്പോൾ സ്ഖലനമുണ്ടായ നോമ്പ് മുറിയുമോ? ഇല്ല. നോമ്പുകാരൻ പകൽ കിടന്നുറങ്ങിയിരുന്നു, അങ്ങനെ അവനക്ക് സ്ഖലനം ഉണ്ടായി, എന്നാൽ നോമ്പ് മുറിയുകയില്ല. സ്ഖലിപ്പിച്ചാലേ നോമ്പിനുള്ളൂ. സ്ഖലിപ്പിച്ചു, അവന്റെ കൈകൊണ്ടോ മറ്റോ അവന്റെ പ്രവർത്തനം കൊണ്ട് എന്ത് ചെയ്തു? അവൻ സ്ഖലനം ഉണ്ടാക്കി, എന്നാൽ നോമ്പ് മുറിയും. അതല്ലാതെ അവൻ അറിയാതെ ഉറക്കത്തിലോ ഉണർച്ചയിലോ സ്ഖലിച്ചു പോയി നിൽക്കുക, എന്നാൽ നോമ്പ് മുറിയുകയില്ല. ഫഖീർ മിസ്കീന്റെ മാനദണ്ഡം എന്താണ്? അതിപ്പോ ഇന്നലേറ്റ സലീം ഫൈസിന്റെ സംസാരത്തിലേറ്റ വന്ന PM ഞാൻ ഇവിടെ പേസ് ചെയ്താൽ തോന്നുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടാവുക. അദ്ദേഹം പല പ്രാവശ്യനോട് ഈ PM ചെയ്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടെങ്കിലൊന്ന് ചില വിഷയങ്ങളൊക്കെ ടെക്സ്റ്റിലൂടെ മറുപടി കൊടുക്കുക വലിയ പ്രയാസമാണത്. കുറെ ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യാനേ. പ്രത്യേകിച്ച് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പിന്നെ അറിയുന്ന ഒരു വിഷയം. എനിക്ക് പല സമയത്തും വേദന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. ഇന്നലെ രാവിലെ ഔക്കാഫ് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പൊ ഔക്കാഫ് പോകാൻ സാധിച്ചില്ല. കാരണം കാലിന്റെ മുട്ടുവേദന ഇന്നലെ ശക്തമായ വേദന. അതൊരു കുറച്ച് നേരം ഒരു മഗ്‌രിബ് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ആ വേദന ഉണ്ടായി. പിന്നെ അതാണ് മാറി. അപ്പൊ പോകുമ്പോ പിന്നെ വലത്തെ കൈയിനാണ് ഇപ്പൊ വേദന. അപ്പൊ ഇങ്ങനെ വേദന അങ്ങോട്ട് കുറേ മാറുകയാണ്. അപ്പൊ ഈ വലത്തെ കൈയിന് വേദന ഉണ്ടാകുന്ന സമയത്ത് ടെക്സ്റ്റിലൂടെ മറുപടിയൊക്കെ നൽകാൻ വളരെ പ്രയാസമുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് സഹകരിക്കുക. അപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ ഫഖീറിന്റെയും മിസ്കിൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ബഹുമാനപ്പെട്ട സലീം ഫൈസി റുഫാനി അദ്ദേഹം ഇന്നലെ വളരെ വിശദീകരിച്ചുകൊണ്ടല്ലേ, നല്ല രസകരമായ വളരെ പഠനാർഹമായ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്നലെ ബഹുമാനപ്പെട്ട സലീം ഫൈസി റുഫാനി എടുത്തത്. അപ്പൊ അത് ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കൊക്കെ, ഇനി ഇന്നലെ പല പങ്കെടുക്കാത്ത ആളുകൾക്കൊക്കെ തന്നെ ആ അദ്ദേഹത്തിന്റെ ക്ലാസ് ഒക്കെ മനസ്സിലാക്കാനുള്ള പിന്നെ മാനദണ്ഡമൊക്കെ അമർത്തുന്നില്ലേ. അപ്പൊ സുന്നി ഗാലറിയിലും മറ്റൊക്കെ എല്ലാ പ്രസംഗങ്ങളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏതായാലും ശരി, ഫഖീർ എന്ന് പറഞ്ഞാല് അൽ ഫഖീറു മല്ലാ മാല ലഹു വലാ കസ്ബ യഖഉ മൗഖിഅൻ മിൻ ഹാജാതിഹിന. ഒരാൾക്ക് പൈസ ഒന്നുമില്ല, ഒരാൾക്ക് മുതലൊന്നുമില്ല, പിന്നെ ഒരു
പിന്നെ ഒരു കാര്യങ്ങൾ ഒരു മൗക്കയിൽ വാക്കിയാകുന്ന, അതായത് ഒരു കാര്യം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 ജോലിയും അയാൾക്കില്ല. ഇവനാണ് ആര്? ഫക്കീർ. അവന് മുതലൊന്നുമില്ല, നല്ല ജോലിയുണ്ടോ ഒന്നുകിൽ തീരെ ജോലിയില്ല, അല്ലെങ്കിൽ ജോലിയുണ്ട് പക്ഷെ ആ ജോലി കൊണ്ട് ലഭിക്കുന്ന വേദന ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും തയ്യില്ല, ഒന്നിനും പറ്റൂല, ഒന്നിനും തയ്യില്ല. ആ രീതിയിലാണ് ഇവന് ഫക്കീർ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം അയാൾക്കും അയാളുടെ കുടുംബത്തിനും കൂടി ജീവിക്കണമെങ്കിൽ ഒരു ദിവസം 500 ഇന്ത്യൻ റുപ്യ വേണം വിചാരിച്ചോ നിങ്ങൾ. ഒരു മാന്യമായ രീതിയിൽ, വളരെ മോശമല്ലാത്ത എന്നാൽ വളരെ ആഡംബരത്തോടു കൂടിയല്ല, വളരെ വിഷമത്തിലല്ല, ഒരു മാന്യമായ രീതിയിൽ ഇങ്ങനെ ജീവിക്കണമെങ്കിൽ അയാൾക്ക് ഒരു 500 റുപ്യ ആണ് ഒരു ദിവസം. എന്നാലേ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. പക്ഷെ അയാൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഒരു ദിവസം ഒരു മദ്രസ മാന്യം ആയിക്കോട്ടല്ലേ, അത് നല്ലൊരു ഇതാണല്ലേ. ഒരു മദ്രസ എങ്ങനെ, പക്ഷെ മദ്രസ മാന്യം ജീവിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. ഞാനൊരു ഉദാഹരണം പറയാണ്. ഒരു മദ്രസ മാന്യം അയാൾക്ക് 3000 റുപ്യ ശമ്പളം വിചാരിച്ചോളി. മദ്രസ മാന്യങ്ങൾക്ക് ശമ്പളം 3000 എന്ന് പറഞ്ഞാൽ തർക്കമില്ലാത്ത ശമ്പളമാണ് പോലും അല്ലേ. ഒരു മദ്രസ മാന്യമിനെ സംബന്ധിച്ചോളം 3000 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ തർക്കമില്ലാത്ത ശമ്പളമാണ്. പക്ഷെ 3000 റുപ്യ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 100 റുപ്യാണ്. അയാളുടെ പെണ്ണുങ്ങളും കുട്ടികളും മറ്റൊക്കെ പാടുള്ള ആൾക്ക് ജീവിക്കാൻ ഈ ദിവസം 500 റുപ്യ വേണം വിചാരിച്ചോളി. 500 റുപ്യ. അപ്പൊ ഈ 500 റുപ്യ വേണ്ട സ്ഥാനത്ത് അയാൾക്ക് ലഭിക്കുന്നത് വെറും 100 റുപ്യയാണ്. ഈ 100 റുപ്യ എന്ന് പറയുമ്പോൾ ഒരു ഇലായപ്പോഴും മൗക്കയാണ് അല്ലേ, ഒന്നിനും തയ്യില്ല, അങ്ങനത്തെ ശമ്പളം, അങ്ങനത്തെ വിഷയമാണ്. ഇയാൾ പാലാണ് ചെണ്ട, ഇയാൾ ഫക്കീറാണ്. അപ്പൊ ഒന്നുകിൽ അയാൾക്ക് സമ്പത്ത് ഒന്നുമില്ല, ജോലിയും ഒന്നുമില്ല, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, ജോലി ഉണ്ട്, പക്ഷെ അയാളുടെ നിത്യ ചെലവിന് തികയൂല എന്ന് മാത്രമല്ല ഒന്നിനും തികയൂല, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. ഇയാൾ ഫക്കീറാണ്. ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീൻ ഖദറഅല മാലിൻ ഔ കസിബിൻ യഖഉ മൗഖഅൻ മിൻ കിഫായതി വലാ യക്ഫീഹി. അതാ പിന്നെ പൂർണ്ണമായും തികയൂല, അത്രേ ഉള്ളൂ. അയാൾ മിസ്കീൻ എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ 500 റുപ്യ ദിവസം ജീവിക്കാൻ വേണം, അയാൾക്ക് ഒരു 350 റുപ്യ 400 റുപ്യ കിട്ടുന്നുണ്ട്. ഒരു 12,000 റുപ്യ ശമ്പളക്കാരനാണ്. അപ്പൊ 400 റുപ്യ ഒരു ദിവസത്തിനായി അല്ലേ. അപ്പൊ ഒരു 100 റുപ്യന്റെ കമ്മിയാണ് അവിടെ വരുന്നത് ഓരോ ദിവസവും. അപ്പൊ അയാൾക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ പൂർണ്ണമായും തികയൂല. അങ്ങനത്തെ ആള് മിസ്കീൻ എന്ന് പറയും. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലെ. ഇവർ രണ്ടുപേരും സക്കാത്തിന്റെ അവകാശികളാണ്. അപ്പൊ ഒന്നുമില്ലാത്ത ഫക്കീറും ഉണ്ട് പക്ഷെ തികയൂല, അങ്ങനത്തെ മിസ്കീനും രണ്ടും സക്കാത്തിന്റെ അവകാശികളാണ്. പിന്നെ ഗൾഫിലുള്ള മുതലിന്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കാമോ? പറ്റൂല. ഗൾഫിലുള്ള മാത്രമല്ല, ഒരു മഹല്ലിലുള്ള മുതലിന്റെ സക്കാത്ത് ആ മഹല്ലിലുള്ള സക്കാത്തിന്റെ അവകാശികളുടെ അവകാശമാണ്. അവിടെ അവകാശികൾ ഉണ്ടായിരിക്കെ അവരുടെ അവകാശം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അതല്ലേ എന്റെ കാരണം. എനിക്ക് കിട്ടേണ്ടുന്ന അവകാശം വേറെ ആൾക്ക് കൊടുത്തു നിൽക്കുക. എനിക്ക് ഇപ്പോൾ എനിക്ക് കിട്ടേണ്ടതാണ്, അത് വേറെ ആൾക്ക് കൊടുക്കാച്ചാല് അത് പറ്റൂല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ഒരു മുതൽ ഒരു കച്ചവട സ്ഥാപനമുണ്ട്, ആ കച്ചവടത്തിന്റെ സക്കാത്ത് എവിടെ കൊടുക്കണം? ആ കച്ചവട സ്ഥാപനം ഏതൊരു മഹല്ലിലാണോ ഉള്ളത് ആ മഹല്ലിലെ സക്കാത്തിന്റെ അവകാശികളുടെ അവകാശമാണ് ആ കച്ചവട സ്ഥാപനത്തിന്റെ സക്കാത്ത്. അവിടെ അവകാശികൾ ഉണ്ടാകുമ്പോൾ പിന്നെ അത് പുറത്ത് കൊടുക്കാൻ പാടില്ല, സഹീഹാവുകയില്ല. അവിടെ അവകാശികളില്ല എങ്കിൽ മാത്രം അതെന്ത് ചെയ്യാം? അവകാശികളുടെ സ്ഥലത്തേക്ക് നീക്കം ചെയ്യാവുന്ന. പിന്നെ ഉസ്താദെ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ ഉസ്താദെ, സഹോദരന് വീട് പണിക്ക് കടം എന്ന ഉദ്ദേശത്തോടെയല്ലാതെ കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കണമോ? വേണ്ടണ്ട. എന്താണ്? സഹോദരന് കടം എന്ന ഉദ്ദേശത്തോടെയല്ലാതെ കൊടുത്ത പൈസക്ക് സക്കാത്ത് കൊടുക്കണമോ? വാങ്ങിയ ആൾ ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ തരാം എന്ന് പറഞ്ഞിട്ടും ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത്? ആവശ്യമാണല്ലോ. സഹോദരന് നിങ്ങൾ പൈസ കൊടുത്തു, കടമായിട്ടാണ് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൈസയാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയാണ്.
അത് നിങ്ങളുടെ മേശയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ തന്നെയാണത്. നിങ്ങളുടെ മേശയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് പകരം സഹോദരന് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ പൈസ തരും. അപ്പൊ നിങ്ങൾ കിട്ടാനുള്ള പൈസ അപ്പൊ അതിന്റെ സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കണം. അതിന്റെ സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കണം. നേരെ മറിച്ച് സഹോദരനെ കൊടുത്തത് പിന്നെ കടമുള്ള നിനക്കൊന്നല്ല, പിന്നെ സഹോദരൻ പെരപ്പണിക്ക് സഹായിച്ചാണ് നിങ്ങൾ, എന്നാലും നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ. പിന്നെ അത് നിങ്ങളും സക്കാത്ത് കൊടുക്കണ്ട, സഹോദരൻ കൊടുക്കണം. അതും വേണ്ട, കാരണം സഹോദരൻ അതുകൊണ്ട് പെരപ്പണി നടത്തിക്കണം. അപ്പൊ ആരും കൊടുക്കണ്ട, ആരും കൊടുക്കണ്ട. പിന്നെ ഈ നിബന്ധന ഒന്നും ഇല്ലാതല്ലേ, നിബന്ധന ഇല്ല, ചിലപ്പോ തരാൻ സാധ്യത ഉണ്ട് സഹോദരൻ, എന്നാ അങ്ങനത്തേക്കും സക്കാത്ത് കൊടുക്കണ്ട. സഹോദരനതെ നിങ്ങൾ പൈസ അവനെ കുറച്ച് സഹായിച്ചിട്ടുണ്ട് പെരപ്പണി ഉണ്ടാക്കുമ്പോ, അത് കടന്നോ മറ്റോ നിലക്കൊന്നും കൊടുത്തിട്ടില്ല, കുറച്ച് പൈസ കൊടുത്ത്, ചിലപ്പോൾ അവൻ തന്നേക്കാം, ചിലപ്പോൾ തരാതെ ഇരുന്നേക്കാം. അതാണ്, അതിനും സക്കാത്ത് കൊടുക്കണ്ട. അതിന് സക്കാത്ത് അഥവാ സഹോദരൻ തന്നു അല്ലേ, പ്രതീക്ഷയില്ലാത്തൊരു മുതലായത് ഇങ്ങോട്ട് തന്നിട്ട് അത് നിസാബ് തയ്യുന്ന സംഖ്യ ഉണ്ട്, പിന്നെ അതൊരു കൊല്ലം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. തന്നതിന് ശേഷം ഒരു കൊല്ലം കൂടി സൂക്ഷിച്ചു വെച്ചു, എന്നാലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഫഖീർ ആൻഡ് മിസ്കിൻ, അന്തരം എന്താണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എന്റെ കയ്യിൽ 1,52,329 രൂപ ഉണ്ടായിരുന്നു. എന്തിനാ അങ്ങനെ ഒരു ചോദ്യം? എന്താ ഇത്ര ഒരു കറക്റ്റ്? നമ്മുടെ സിപ്പാക്കാനപ്പോ ഞമ്മസിപ്പോ നന്നാവൂല അല്ലേ? ഇത്രക്കരെ 1,52,329 റുപ്യ, ഒന്നുകിൽ 1,50,000 അല്ലെങ്കിൽ അല്ലെ ഒരു 29 റുപ്യന്റെ ഒക്കെ അല്ല സാറില്ല രൂപ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ 85,000 രൂപ കടം കൊടുത്തു. ഇപ്പോൾ 67,000 അത് മറുപടി തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് മറുപടി തന്നേന് അത് ശരി, ഇനി വായിച്ചല്ലേ കൊടുക്കാലല്ലേ? പിന്നെ മറുപടി തന്നിട്ടുണ്ടെന്ന് എന്നാലിപ്പോ ഞാൻ വായിച്ചല്ലോ, അപ്പൊ ഞാൻ വേറെ ചില ആളുകൾക്ക് കേൾക്കേണ്ടി വരുമല്ലോ. അപ്പൊ 85,000 രൂപ കടം കൊടുത്ത് ഇപ്പോൾ 67,329 ബാലൻസ് ഉണ്ട്. ഞാൻ എത്ര സക്കാത്ത് കൊടുക്കണം? നിങ്ങൾക്ക് 67,329 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി 85,000 നിങ്ങൾ കടം കൊടുത്തതാണ്. കടം കൊടുത്തതിന് സക്കാത്ത് നിങ്ങൾ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. കാരണം കടം കൊടുത്ത മുതൽ നിങ്ങൾ തന്നെയാണ്. കടം കൊടുത്ത മുതൽ നിങ്ങളുടേതാണ്, അത് നിങ്ങൾക്കും തിരിച്ചു കിട്ടുമല്ലോ. അപ്പൊ അതിന്റെ സക്കാത്ത് നിങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഏതായാലും ശരി, ആ കടം കൊടുത്ത 85,000-ഉം നിങ്ങളുടെ കയ്യിലുള്ള 67,329 രൂപയും 67,329 രൂപ, അത് അപ്പൊ രണ്ടും കൂടി 1,52,329 രൂപ. അതിന്റെ സക്കാത്ത് നിങ്ങൾ കൊടുക്കണം. ഒരു വർഷം പൂർത്തിയായാൽ അതിന് 2% സക്കാത്ത് കൊടുക്കേണ്ടത്. 2% ഏകദേശം 4,3,800 ചില്ല ഉറുപ്പിക ഉണ്ടാവും. അത് കണക്കൂട്ടാൻ വളരെ എളുപ്പമാണ്. 10-1 4 എന്നാണ് കണക്ക്. 2% പറഞ്ഞ് തിരിയുന്നില്ലെങ്കിലേ 10-1 4. 1,52,329 ഉറുപ്പിന്റെ 10-1 എത്ര? അതിന്റെ 10-1 എത്ര? 10% എന്ന് പറഞ്ഞാൽ എത്രയാണ് അതിന്റെ? അത് 1,52,329 ആകുമ്പോ 15,200 അല്ലെ? 15,232 റുപ്യ 90 പൈസ ഉണ്ടാവും അല്ലേ? 15,232 റുപ്യ 90 പൈസ ഉണ്ടാകും അതിന്റെ 10-1. ഞാൻ അതിന്റെ 4-1 ഈ 15,232 റുപ്യ 90 പൈസ അതിന്റെ 4-1 എത്ര ഉണ്ടാകുക? അതിന്റെ 4-1 ഏകദേശം 4,000 റുപ്യ ഉണ്ടാവും അല്ലെ? അപ്പൊ പറഞ്ഞ എല്ലാ കണക്കൂട്ടും നമ്മുടെ 4,000 ആണെങ്കിൽ 4-4 8 16 അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നമുള്ളത് ഒരു അതായത് 3,800 ചില്ല റുപ്യ ഉണ്ടാവും. 4,000 കൊടുത്താൽ എന്നാ പിന്നെ ഒരു കുറവൊന്നും വരില്ലല്ലോ. അല്ലെങ്കിൽ ശരിക്കും കണക്കൂട്ടി വയ്ക്കാൻ മതി. ഒരു കാൽക്കുലേറ്റർ കണക്കൂട്ടാൻ എത്ര പണിയുണ്ടാ? എങ്ങനെയാ കണക്കൂട്ടല്? ഹരിക്കണം 4 കൂട്ടാൽ മതി അല്ലേ? ഹരിക്കണം പഴയ കാലത്തൊക്കെ ഇപ്പം എന്താ പറച്ചിലാവോ? നമ്മളൊക്കെ പഠിച്ച കാലത്തെ പെരുക്കുക, ഹരിക്കുക, കിഴിക്കുക എന്നൊക്കെ. ഇപ്പൊക്കെ മൈനസ് അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് പ്രശ്നമില്ലല്ലേ? ഇപ്പൊ കുട്ടികളാണ് കണക്കങ്ങനെ A+ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നേ ഓരോന്നായി പറഞ്ഞു. കുട്ടികളോട് കണക്ക് ചോദിച്ചാൽ ഒന്നും അറിയും ചെയ്യൂല അതല്ലേ? എന്തെങ്കിലും സാധനത്തിന് എന്റെ കണക്കേ ഇവർക്ക് അത് പറയാനേ അറിയുള്ളൂ, അതിങ്ങനെ പറയാനേ വയ്ക്കുള്ളൂ. പക്ഷെ പ്രാവർത്തികമാ. പക്ഷെ പഴയ കാലത്ത് അതല്ല, അത് ശരിക്ക് അത് പ്രാവർത്തികമാക്കി അറിയും അത്. അപ്പൊ എന്തൊരു കൊട്ടല്ലേ? അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എത്ര രൂപ ഒരു വർഷം
തികഞ്ഞാലാണ് സക്കാത്ത് ഉള്ളത്. 595 ഗ്രാം വെള്ളിയുടെ പൈസ, 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം ഒരു 20,000 റുപ്യന്റെ കുറച്ച് മേലെ ചിലപ്പോൾ വേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് പറയാൻ നിൽക്കൂല, ഓരോ ദിവസവും സ്വർണത്തിന്റെ വില പലതുമായിരിക്കും. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ എത്ര നോക്കുക, അത്ര സംഖ്യ ഒരാളുടെ കയ്യിൽ ഉണ്ടായി. എന്നിട്ട് ഉണ്ടായ അപ്പതായാൽ സക്കാത്ത് കൊടുക്കണം, അത് വേണ്ട. അയാൾ ആ സംഖ്യ എന്ത് ചെയ്തു, ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ചെലവാക്കാതെ സൂക്ഷിച്ചു വെച്ചു. എന്നാലും ഒരു വർഷം പൂർത്തിയായാൽ 2% സക്കാത്ത് കൊടുക്കണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇന്നലെ ഉസ്താദ് ജലീൽദാരിമിയുടെ ക്ലാസ്സിൽ പറഞ്ഞു 8 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നവരെ ഇമാമായി തുടരാതിരിക്കണം എന്ന്. ഞാൻ ഇന്ന് പോകുന്ന പള്ളിയിൽ 8 റക്അത്ത് ആണ് നിസ്കരിക്കാറ്. എന്ത് ചെയ്യണം? പിന്നെ 8 റക്അത്ത് നിസ്കരിക്കുന്നവരെ ഫർള് നിസ്കരിക്കലും തുടരാൻ പറ്റുമോ? അങ്ങനല്ല ജലീദാരിമി അങ്ങനെയല്ല പറഞ്ഞത്. 8 റക്അത്ത് നിസ്കരിക്കുന്ന ആൾ ചിലപ്പോൾ എല്ലാ 8 റക്അത്ത് നിസ്കരിക്കുന്നവരും പിന്നെ പുത്തനാശയക്കാരനാവില്ല. മുബത്തദി ഉണ്ടല്ലോ, മുബത്തദി പുത്തനാശയക്കാരനായ ആളെ തുടർന്ന് നിസ്കരിക്കൽ കറാഹത്താണ്. അയാൾ തുറന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ കൂലി കിട്ടുക. നിസ്കാരം സഹിയാകുമെങ്കിലും ജമാഅത്തിന്റെ കൂലി കിട്ടുകയില്ല എന്നാണ്. അപ്പൊ 8 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നല്ല, മുബത്തദി എന്നല്ല. ഒരാളുടെ വിശ്വാസം എങ്ങനെയാണ് എന്ന് വെച്ചാൽ തറാവീഹ് നിസ്കാരം 8 റക്അത്തേ ഉള്ളൂ, 20 റക്അത്ത് അല്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. എന്നാൽ അയാൾ മുബത്തദിയാണ്. അതേ സമയത്ത് ഒരാൾ വിശ്വസിക്കാൻ, അയാളുടെ വിശ്വാസം എന്താണ്, തറാവീഹ് 20 എന്നാണ്. പക്ഷെ അയാൾ ഇപ്പൊ എത്ര നിസ്കരിക്കണുള്ളൂ, 8 നിസ്കരിക്കണുള്ളൂ. അപ്പൊ 20 റക്അത്ത് ആണ് തറാവീഹ്. അത് ഞാൻ 10 നിസ്കരിച്ച 10ന്റെ കൂലി ഇട്ടും, 8 നിസ്കരിച്ച 8ന്റെ കൂലി ഇട്ടും, 6 നിസ്കരിച്ച 6ന്റെ കൂലി ഇട്ടും, ഇല്ലേ 2 റക്അത്ത് നിസ്കരിക്കുന്നത് അതിന്റെ കൂലി ഇട്ടും. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ആ വിശ്വാസത്തോട് കൂടിയാകുമ്പോൾ അയാൾ മുബത്തദി അല്ല, അയാൾ സുന്നി തന്നെയാണ്. നേരെ മറിച്ച് വേറൊരാളുടെ അയാളുടെ വിശ്വാസം തറാവീഹ് 8 ഉള്ളൂ, അതിന്റെ മേലെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസമെങ്കിൽ അവൻ മുബത്തദിയാണ്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് എതിരുള്ള വിശ്വാസക്കാരനാണ് അവൻ. ആ വിശ്വാസത്തോട് കൂടി 8 റക്അത്ത് നിസ്കരിക്കുന്ന ഇമാമാണ് എങ്കിൽ അയാളെ തുറന്ന് നിസ്കരിക്കരുത്. നിസ്കരിക്കൽ കറാഹത്താണ്, ജമാഅത്തിന് കൂലി കിട്ടുകയും ചെയ്യുകയില്ല. നിങ്ങൾ പള്ളിത്തെ നിസ്കരിച്ച ആളുണ്ടല്ലോ, അയാളിപ്പോ ഏത് വിശ്വാസക്കാരനാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അയാളെ കുറിച്ച് നല്ല വിശ്വാസം വിശ്വസിക്കുക, അതാ നല്ലത്. അതാണ് ഏത് മുഅ്മിനെ കുറിച്ചാണ് വിശ്വസിക്കേണ്ടത്. ഒരാളെ ഇങ്ങനെ കണ്ടു നിൽക്കുക, അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് സംശയിക്കാൻ പാടില്ല എന്ന്. അതാണ് അറിയാത്ത ഒരാളിങ്ങനെ വരുന്ന ആൾക്ക് സലാം ചെല്ലൽ സുന്നത്താ. ഞാൻ കാഫിറേറ്റാണോ എന്ന് വിചാരിച്ച് സലാം ചെല്ലാതിരിക്കരുത്. എന്താണ് അതിന് കാരണം പറഞ്ഞിട്ടുണ്ടാ? അഥവാ അയാൾ മുസ്ലിമാണ് എങ്കിൽ അയാളെ കുറിച്ച് കുഫ്ർ കൊണ്ട് ഉള്ള ഒരു സംശയത്തിൽ വന്നു പോവുകയുള്ളൂ അല്ലെ. ആ വരുന്ന ആള് മുസ്ലിമാണ് നിൽക്കുക. ഇനിയിപ്പോ അയാൾ കാഫിറേറ്റാണോ എന്ന് വിചാരിച്ച് സലാം ചെല്ലാതിരിക്കുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കുഫ്ർ കൊണ്ട് ഒരു പിന്നെ എന്താണ് തെറ്റിദ്ധരിക്കലും സംഭവിക്കുക, തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അയാൾ മുസ്ലിം ആയിരിക്കും എന്നാണ് മനസ്സിലാക്കിയിട്ട് അസ്സലാമു അലൈക്കും സലാം ചെല്ലുക. നേരെ മറ്റൊരു മുസ്ലിം അല്ല, ഇനി മുബത്തദിയാണോ സുന്നിയാണോ അയാളെ കുറിച്ച് അയാളെ അടുക്കൽ നിന്ന് അയാൾ മുബത്തദിയാണുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ ധരിക്കേണ്ടത് സുന്നിയാണ് തന്നെയാണ്. നേരെ മറ്റേ ആൾ പരസ്യമായിട്ട് ഇസ്തിഹാസിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നു അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലയാൾ മുബത്തദിയാണുള്ള കാര്യം ബോധ്യപ്പെട്ട് അങ്ങനെ ബോധ്യപ്പെടാത്ത ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ നല്ല ധാരണ ധരിക്കേണ്ടത് സുന്നിയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു മിനിറ്റ്. ഹലോ, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. അതെ, മനസ്സിലായി. ഇല്ല ഇവിടെ ഉണ്ടപ്പോ ഞങ്ങള് അതൊക്കെ കളവാന്നാണ് ഞാൻ അന്വേഷിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത്. ആൾക്കാർക്കൊക്കെ അറിയത്. ഞാനിപ്പോ നമ്മുടെ കുറച്ച് ആളുകളോട് സംസാരിച്ചു, ഓർക്കൊക്കെ അറിയാം കളവാണെന്നുള്ളത്. അതിന് കളവാണുള്ളതിന് ഇപ്പോ കുറെ അവർ പല ന്യായങ്ങളും പറയും ചെയ്ത്. ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാഹ്. ഞാൻ എനിക്ക് അതിനേക്കാളും അറിയുന്നവരുണ്ടാവും. ഞാൻ ഒരു ബന്ധപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ്. ഞാൻ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിളിച്ചാണ് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഇല്ല അപ്പൊ ഞമ്മക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് ഞങ്ങള് കൂടെ നോക്കാന്നല്ലേ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഞാൻ വിളിക്കണ്ട്. ഇൻഷാ അല്ലാഹ്. വലിയ ഉത്സവം. അപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളൊക്കെ കേട്ടിരുന്നില്ല. ഞാൻ മൈക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലേ. അപ്പൊ പോട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പോ അതിന്റെ ഇടയ്ക്കൂടെ ഇതാട്ടാ API അബ്ദുൽ മുസ്ലിയാർ റാബിത്തെ അങ്ങനെ ന്യൂസ് കേട്ടി നിങ്ങള്? ഒരു ഉടൽ ന്യൂസ് ഞാൻ കേട്ടിന്ന ആരെങ്കിലും അങ്ങനെ ന്യൂസുകൾ കേട്ടാണ്? അതിനെ കുറിച്ച് ആരും പഠനം നടത്തിയ? ചിലര് പറഞ്ഞത് എനിക്കറിയില്ല. ചിലര് പറഞ്ഞ കളവായ റിപ്പോർട്ടാണ് എന്ന്, ഓല് വെറുതെ പറഞ്ഞുണ്ടാക്കിയ റിപ്പോർട്ടാണെന്ന് ഇന്ന് കേൾക്കണേ. അള്ളാഹുവരം. അപ്പോ പിന്നെ പിന്നെന്താണ് കുറെ ചോദ്യം ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ വലിയുമ്മ കുറച്ചു മുമ്പ് മരണപ്പെട്ടു. ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ റമളാനിൽ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നത പദവി നൽകി അവരെ ആദരിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. ഇന്നലെ ആരോ സലീം ഫൈസി ഇർഫാനിയോട് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് PM ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു വല്ലിപ്പേറ്റ് അല്ലെ, ഒരു വല്ലിപ്പ നിസ്കരിക്കണതിനിടയിൽ മരിച്ചിരുന്നു. പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ റമളാൻ മാസത്തിലെ വിശുദ്ധ റമളാനിൽ പള്ളിയിൽ വെച്ച് നിസ്കാരത്തിൽ വെച്ച് മരിച്ചു. പടച്ചോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു അമൽ ചെയ്തുകൊണ്ട് മരിക്കുക, അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആയിൽ മുമ്പെപ്പം ദുആ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും തൃപ്തിപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ മരിപ്പിക്കണേ എന്ന് മുമ്പെപ്പോഴും പറയാറുണ്ട്. പിന്നെ ഉസ്താദെ, ഉദാഹരണ നിസ്കാരം ദുഹാ നിസ്കാരം കുറഞ്ഞത് എത്ര? ദുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്താണ്, അധികരിച്ച് 8 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയതുമല്ല അധികരിച്ചതുമല്ല, ഒരു മിതമായതെന്ന് പറഞ്ഞത് 4 റക്അത്താണ്. ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്ത്, മിതമായത് 4 റക്അത്ത്, അധികരിച്ച് 8 റക്അത്ത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്ത് ചുരുക്കാതെ 4 റക്അത്തെങ്കിലും നിസ്കരിക്കാനും വേണ്ടി ശ്രമിക്കുക. പിന്നെ അതിൽ ഏതാണ് സൂറത്ത് പാരായണം ചെയ്യുന്നത്? സൂറത്ത് ആദ്യത്തെ റക്അത്തിൽ വശംസി വദുഹാഹ, രണ്ടാമത്തേൽ വദുഹാ വലൈലി ഓതുക, മറ്റുള്ള റക്അത്തിൽ ഏത് ഓതിയാലും വേണ്ടില്ല. ആദ്യത്തേൽ വശംസി വദുഹാ അതന്നെ ഓതാണെന്നല്ല പറഞ്ഞിട്ടാ. ആദ്യത്തെ റക്അത്തിൽ വശംസി ഓതൽ സുന്നത്തുണ്ട്, രണ്ടാമത്തെ റക്അത്തിൽ വദുഹാ വലൈലി ഓതൽ സുന്നത്തുണ്ട്, മറ്റു റക്അത്തിൽ ഏത് ഓതിയാലും വേണ്ടില്ല. ഇനി ആദ്യത്തേലും രണ്ടാമത്തേലും അതല്ലാതെ ഓതിയാലും നിസ്കാരമൊക്കെ സഹിയാകും. ഇനി സൂറത്തൊന്നും ഓതിയില്ല നിൽക്കുക, എന്നാലും സഹിയാകും. ഫാത്തിഹ മാത്രം ഓതലല്ലേ നിർബന്ധമുള്ളൂ. പിന്നെ ശുക്രിന്റെ നിസ്കാരം എപ്പോഴാണ്? ശുക്രിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നിസ്കാരമില്ല. ശുക്രിന്റെ നിസ്കാരേ അങ്ങനെ നിസ്കാരം ഇല്ല. ശുക്രിന്റെ സുജൂദാണുള്ളത്. ചോദ്യകർത്താവ് കേൾക്കണ്ട. ശുക്രിന്റെ നിസ്കാരം എന്ന് പറഞ്ഞ നിസ്കാരം ഇല്ലാന്ന് അദ്ദേഹം അവിടെ ഇല്ലേ? എന്താണ്, ഞാൻ ആളെ പേര് പറയണ്ടല്ല വെച്ചിട്ടാണ്, നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്, അദ്ദേഹത്തിന് കാണാനില്ല. ശുക്രിന്റെ നിസ്കാരം ഇല്ല, ശുക്രിന്റെ സുജൂദാണുള്ളത്. അത് തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെ അത് ഒരു നിഅമത്ത് ഉണ്ടായി, ഒരു നിഅമത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ട്. ശുക്രിന്റെ നിസ്കാരമാണ് നിസ്കാരം ഇല്ലാന്ന്. പിന്നുള്ളത് ശുക്രിന്റെ സുജൂദാണ്. അത് ഒരാൾക്കൊരു നിഅമത്ത് പെട്ടെന്ന് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ആഫത്ത് പെട്ടെന്ന് നീങ്ങിപ്പോയി.
എന്നാൽ എന്ത് ചെയ്യുക, അവൻ ഒരു സുജൂദ് ചെയ്യുക. തക്ബീറത്തിലാകാൻ കിട്ടണം, വുളു വേണം, ഔറത്ത് മറക്കണം, ഖിബ്ലയിലേക്ക് മുന്നിടണം, അതൊക്കെ നിർബന്ധമാണ്. എന്നിട്ട് ഞാൻ അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ശുക്റിന് സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി അല്ലാഹു അക്ബർ തക്ബീറത്തിലേറാൻ കിട്ടുക. എന്തോ ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ എന്ത് ദുആ നടത്തിയാലും വേണ്ടില്ല. ആ സുജൂദിൽ ഏത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി അത് സാധാരണ സുജൂദ് ചെല്ലുന്നതോ അതിൽ മറ്റു വല്ല ദുആ അതാണ്. ലുഹാ സമയത്ത് വേറെ നിസ്കാരം ഉണ്ടല്ലോ, അത് ഇശ്റാഖ് നിസ്കാരമാണ്. അത് ലുഹാന്റെ മുമ്പായി സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ ഉദിച്ച് ഉടനെ തന്നെ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഇശ്റാഖ് നിസ്കാരം. അത് 2 റക്അത്താണ്. അത് 2 റക്അത്താണ്. പക്ഷെ ഇശ്റാഖ് നിസ്കാരം ലുഹാ നിസ്കാരം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ഇമാമികളാണ് ബഹുഭൂരിഭാഗം. ഗസാലി ഇമാമിനെ പോലെയുള്ള ചില ആളുകളുടെ അഭിപ്രായം മാത്രമാണ് ഇശ്റാഖ് വേറെ പിന്നെ ലുഹ വേറെ എന്ന് ഗസാലി ഇമാമിനെ പോലെയുള്ള ചില ആളുകളുടെ അഭിപ്രായമാണ്. ഏതായാലും ആ അഭിപ്രായം അനുസരിച്ച് ലുഹാന്റെ മുമ്പായി സൂര്യൻ ഉദിച്ച ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുക, ഇതാണ് ഇശ്റാഖ്. പിന്നെ സൂര്യൻ ഉദിച്ച് 1 മുഴം നമ്മുടെ ദിശയിൽ 7 മുഴം ഉയർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ളുഹറിന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരം, അതാണ് ഏത് ളുഹാ നിസ്കാരം. അത് ചുരുങ്ങിയ 2 റക്അത്ത്, അധികരിച്ചാൽ 8 റക്അത്താണ്. അല്ലാഹു റബ്ബി. ഉസ്താദെ, കുട്ടികളെയും കൊണ്ട് ഉംറക്ക് പോകുമ്പോൾ തവാഫും സഅയും ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും കൂടി വിശദീകരിക്കണം. എടുത്ത് നടക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഉംറ കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വേറെ തവാഫ് ചെയ്യേണ്ടതുണ്ട്. വേറെ തവാഫ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ പല പ്രാവശ്യം നമ്മൾ പറയേണ്ടതാണ്. ഈ മാഞ്ഞാളം കുഞ്ചാൻ നിൽക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറച്ചില്ല, മാഞ്ഞാളം കുഞ്ചാന്ന് അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടായി മാഞ്ഞാളം കുഞ്ചാന്ന് പറച്ചില്? ചെറിയ കുട്ടികളായിട്ട് പോവുക, എന്നിട്ട് അവരെ കൊണ്ട് പിന്നെ എന്താണ് ഇഹ്റാം ചെയ്യിപ്പിക്കുക. എന്നിട്ട് പിന്നെ ഉള്ള സ്വന്തവും ഒക്കെ എന്തിനതിന്റെ ആ ഒരു ആവശ്യം എന്താ പിന്നെ അങ്ങനൊക്കെ ചെയ്യേണ്ട ഒരു ആവശ്യം എന്താ ഉള്ളത്? മുമ്മയ്യിസായ വകതിരിവുള്ള കുട്ടിയാണ് നിൽക്കുക, എന്നാ പിന്നെ ഓക്കെ, വകതിരിവുള്ള കുട്ടിയാണ്, എന്നാ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് നീയത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. ആ കുട്ടിയെ കൊണ്ട് ആ കുട്ടിയുടെ നീയത്ത് ആ കുട്ടി തന്നെ വെക്കണം, വകതിരിവുള്ള കുട്ടികളാണെങ്കിൽ. 7 വയസ്സായ കുട്ടികളൊക്കെ ആവുമ്പോഴേ ആ കുട്ടികളോട് പറയാം, നബൈത്തു പറയേ, നബൈത്തു പിന്നെ അൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് ഞാൻ ഉംറ ചെയ്യാൻ കരുതുകയും ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിന്റെ മുമ്പായിട്ട് തന്നെ ആ കുട്ടിയെ മറ്റേ ഇതൊക്കെ ഉംറ പിന്നെ ആൺകുട്ടിയാണെങ്കിൽ ഒരു തുണിയും ചുറ്റിത്തുന്നപ്പെടാത്ത വസ്ത്രം മാത്രം ധരിപ്പിക്കുക, നെയ്യത്തൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ആ കുട്ടീനെ എന്ത് ചെയ്യണം, തവാഫ് ആ കുട്ടീനെ ചെയ്യണം, ആ കുട്ടീനെ സഈ ചെയ്യണം. പിന്നെ ആ കുട്ടി പിന്നെ മുടി നീക്കം ചെയ്ത് അങ്ങനെ തഹല്ലുലാവുകയും വേണം. നേരെ മറിച്ച് മുമയ്യിസാവാത്ത ചെറിയ കുട്ടിയാണ് നിൽക്കുക, ചെറിയ കുട്ടിയാണ്, 2 വയസ്സായ 3 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടീനെ നിയ്യത്ത് ഇപ്പം വെക്കണേ, ഈ കുട്ടിയെ ഞാൻ ഇഹ്റാമിൽ പ്രവേശിപ്പിക്കുകയും ഈ കുട്ടിയുടെ പിന്നെ കുട്ടിയെ ഉംറ ചെയ്യാൻ കരുതുകയും ചെയ്തിരിക്കുന്നു എന്ന് ആ കുട്ടിയെ തൊട്ടുള്ള നിയ്യത്ത് ഇവൻ വെക്കണം. കാരണം കുട്ടിക്ക് നിയ്യത്തിന് വിൽക്കുമല്ലോ, ഇവൻ നിയ്യത്ത് വെക്കണം. എന്നിട്ടോ പിന്നെ ആ കുട്ടിയെ പിന്നെ തവാഫ് ചെയ്യിപ്പിക്കണം. തവാഫ് 2 ആൾക്കും കൂടി തവാഫ് ചെയ്യാൻ പറ്റൂല. കുട്ടിയെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്താലേ അത് 2 ഒരാൾക്കേ പറ്റുള്ളൂ. ആരെയാണ് കരുതിയെങ്കിൽ ആൾക്കേ ആവുള്ളൂ. ഒന്നുകിൽ ആ കുട്ടിക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുക, ചുറ്റുക, ആ കുട്ടിനെ എടുത്തുകൊണ്ട് ചുറ്റുക. എന്നാൽ ആ കുട്ടിന്റെ ആവുള്ളൂ, അത് ഇയാളുടെ ആവൂല, ഇയാൾക്ക് വേറെ ചുറ്റണം. സൈയും തന്നെ എടുത്ത് സൈ ചെയ്താൽ 2 ആൾക്കും കൂടി ഉള്ള അത് ശരിയാവൂല. അത് പിന്നെ കുട്ടിയെ സൈ കഴിഞ്ഞ ശേഷം വരെ അതിന് മുമ്പ് ഇയാൾക്ക് വേറെ ചെയ്യണം. അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇഹ്റാമിൽ ഹറാമാവുന്ന കാര്യങ്ങളൊന്നും ആ കുട്ടി ചെയ്യുന്നത് സൂക്ഷിക്കുകയും വേണം. പിന്നെ അതിന് എത്ര ബുദ്ധിമുട്ട്, അതിനടുത്ത് ഇങ്ങനെ തവാഫ് ചെയ്യാൻ നിൽക്കല്ലേ. അപ്പൊ അതിൻ്റെ കുട്ടി മൂത്രമൊഴിച്ച് നിൽക്കും, എന്നാലോ പമ്പേഴ്സ് ഇട്ടെടുത്തുണ്ടോ മൂത്രമൊഴിച്ച്, അപ്പൊ സഹിയാവൂല അല്ലേ? അപ്പൊ സഹിയാവുമല്ലോ. ഇവന്റെ തവാഫായിരുന്നു, ആ സമയത്ത് ആ കുട്ടിനടുത്ത് തവാഫ് ചെയ്യുന്നത്, അപ്പൊ കുട്ടി മൂത്രമൊഴിച്ചു നിൽക്കുക, എന്നാലോ അപ്പോഴും ബുദ്ധിമുട്ടന്നല്ലേ. അപ്പൊ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മാഞ്ഞാളം കൊഞ്ചല, ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ, അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായതിന്റെ പേരിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, PM-ലൂടെയും ടെലിഫോൺ ചെയ്തുകൊണ്ടും മറ്റൊക്കെ. എന്നിട്ട് അത് അങ്ങനെ എങ്ങനെയായിരുന്നു, ഒരാൾ പോവുകയും ചെയ്യുകയാണേ, എന്താണ് അവിടെ പോവുകയും ചെയ്യുക. ഒരു വിലയില്ലാതെ ഇഹ്റാം ചെയ്ത് തന്നെ കുട്ടി നിലവിളിച്ചപ്പോ ഞാൻ തിരിച്ചു പോയി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന്
അപ്പൊ എന്നെ തിരിച്ചു പോകാൻ ഒരാഴ്ചയായി. അതിന്റെ ഇടയിൽ നിങ്ങൾ ഭാര്യ ഭർത്തങ്ങൾ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇനി ഓൻ അതാ മോത്ത് കടിക്കല് അവിടെ വേണ്ടയില്ലേ? ഒരാഴ്ച കഴിഞ്ഞാണ് വിളിക്കണതേ. ആ കുട്ടിനെ തവാഫത്ത് പോയി, അങ്ങനെ കുട്ടിയെ നെല്ലൊഴിച്ചിരുന്ന അതാ കാരണേ. കുട്ടിനെ കൊണ്ട് എഹ്റാൻ ചെയ്യിപ്പിച്ചിരുന്നു, ഇവരൊക്കെ എഹ്റാൻ ചെയ്തിരിക്കണ്. അങ്ങനെ കുട്ടി അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? തെഹലുവാതെ തിരിച്ചു പോകുന്നതേ. തെഹലു അടിച്ചാ നിങ്ങൾ തിരിച്ചു വന്നത്ര ഒരാഴ്ചയായി. അതിന്റെ ഇടയിൽ നിങ്ങള് പിന്നെ എഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന. അപ്പൊ എന്താ ഹറാமான കാര്യം അറിയില്ലോ. അങ്ങനെ അപ്പൊ അവസാനം പറയാം, അങ്ങനെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുകയും ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ രീതിയിൽ ഇത് വളരെ ഒരു വിഷയം മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കരുത് എന്ന് അറിയിക്കാണ്. ഇഹ്റാം ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ. എന്നാ പ്രശ്നം ചെല്ലുന്നത്. അപ്പൊ എന്താണ് ചെയ്തിട്ടില്ലെങ്കിലേ ചെയ്യിച്ചിട്ടില്ല, ഇഹ്റാം ചെയ്യിച്ചിട്ടില്ല എന്നല്ലത്. ഇഹ്റാം ചെയ്യിച്ചിട്ടില്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇഹ്റാം ചെയ്യിച്ചാൽ ഇപ്പൊ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. പിന്നെ മരണപ്പെട്ട അന്യ സ്ത്രീയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന്റെ വിധി എന്ത്? മരണപ്പെട്ട അന്യ സ്ത്രീയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന്റെ വിധി എന്ത്? എന്താ അത്? മരണപ്പെട്ട അന്യ സ്ത്രീയുടെ ഫോട്ടോ, അന്യ സ്ത്രീന്റെ ഫോട്ടോ പ്രചരിപ്പിക്കല് അത് അവർക്ക് തൃപ്തിയില്ലെങ്കിൽ ഹറാമാണ്. അതിന് പുറമെ ഞാൻ തൃപ്തി ഉണ്ട് നിൽക്കുക, എന്നാൽ തന്നെ അവിടെ കണ്ടാലൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെണ്ണക്കണിയിൽ എന്നാലും പ്രചരിപ്പിക്കുക ഹറാമാണ്. രണ്ടേക്കും ഹറാമാണ്. അവിടെ കാണാനൊക്കെ നല്ല വിശാല പെൺകുട്ടിയാണ്. അപ്പൊ അതിങ്ങനെ പ്രചരിപ്പിക്കുക ഉണ്ടല്ലോ, അതും ഹറാമാണ്. ഇനി അതല്ല, ഇനി കാണാൻ പിന്നെ ഉഷാറിലെ പെണ്ണാവട്ടെ, അല്ലെങ്കിൽ വയസ്സെത്തി ആവട്ടെ, എന്താവട്ടെ, അവർക്ക് തൃപ്തിയില്ല നിൽക്കുക, എന്നാലും ഹറാമാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉമ്മയുടെ സുന്നത്ത് കുലി, ഉമ്മയുടെ അല്ലേ, ജുമഅയുടെയാണ്. പഠിച്ചോനെ, അവിടെ ജയ വേറെ അവിടെ ഉണ്ട്. ജുമഅയുടെ സുന്നത്ത് കുലി തല നനക്കാതെ കുളിച്ചാൽ കുളിയുടെ ഫലം കിട്ടുമോ? ഇല്ല. ചെവിയിൽ തോണ്ടിയാൽ നോമ്പ് മുറിയുകയും ചെയ്യും. ജുമാന്റെ സുന്നത്ത് കുലിയാട്ടെ ഫർള് കുലിയാട്ടെ ഒരു കുലിയായിട്ട് പരിഗണിക്കുകയാണെങ്കിലേ ശരീരം മുഴുവൻ തന്നെയാണ്. തലയും മുടിയും തൊലിയും ഒക്കെ മുഴുവൻ തന്നെയാണ്. എന്നാൽ ഫർള് കുലിയാണെങ്കിലും സുന്നത്ത് കുലിയാണെങ്കിലും സഹിയാവുള്ളൂ. സുന്നത്ത് കുലിയാറ് കുറച്ചുകൂടെ കൂലി കിട്ടാനാണല്ലോ. ആ കുലി സഹിയാവണമെങ്കിൽ എന്ത് വേണം? ശരീരം മുഴുവൻ നിയ്യത്തും വേണം. അതിന് പുറമെ ശരീരം മുഴുവൻ വെള്ളം നനയുകയും വേണം. ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കണം, തലയിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും. എന്നാലും സുന്നത്ത് ആയ കുളി തടസ്സമാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, സൗദിയിൽ നിന്ന് രാത്രി 2 മണിക്ക് ഫ്ലൈറ്റിൽ കയറിയ ആൾക്ക് 1 മണിക്കൂറിന് ശേഷം തരുന്ന ഭക്ഷണം അത്താഴം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ നാട്ടിൽ 5:30 ആയില്ലേ? നാട്ടിൽ എത്ര മണിയൊക്കെയാണല്ല നോക്കള്. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ ഫജ്ർ സാദിക്ക് വെളിവയ്ക്കണോ ഇല്ല എന്നുള്ളതാണ്. പ്ലെയിനിൽ ഇങ്ങനെ പോകുമ്പോ പ്ലെയിനിൽ ഒരു സ്ഥലത്ത് കൂടിയൊക്കെയല്ല പോവുക അല്ലേ? പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ അവിടെ നാട്ടിന്റെ വിധി ഒന്നല്ല ഉള്ളത്. ആ പ്ലെയിന് ഫജ്ർ സാദിക്ക് വെളി പ്ലെയിനിൽ നിന്നും തിരിയില്ലേ? പ്ലെയിനിൽ ഇരിക്കുന്ന കിഴക്കൻ ചക്രവാളത്തിൽ ഒരു വെള്ള കീറ് അല്ലെ, അതാണ് ഫജ്ർ സാദിക്ക് എന്ന് പറഞ്ഞാല്. കിഴക്കൻ ചക്രവാളത്തിലേ ഇങ്ങനെ പ്രഭ പരക്കുക. കിഴക്കൻ ചക്രവാളത്തിൽ ഒരു പ്രഭ ഇങ്ങനെ പരന്നത്, അതാണ് ഫജ്ർ സാദിക്ക്. അങ്ങനെ ആ ഫജ്ർ സാദിക്ക് ഒളിവായിട്ടുണ്ടെങ്കിൽ സുബിഹായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിന് മുമ്പാണെങ്കിൽ ഭക്ഷണം കഴിക്കാം. അപ്പൊ പ്ലെയിനിൽ നിന്ന് ഭക്ഷണം തരുന്നു. ആ ഭക്ഷണം തരുന്ന സമയത്ത് ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്ലെയിൻ എവിടെയാണ് എത്തിയുള്ളത്, അവിടെ ഫജ്ർ സാദിക്ക് വെളിവായിക്കണോ ഇല്ലേ നോക്കുക. വെളിവയ്ക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതിന് മുമ്പാണെങ്കിൽ ഭക്ഷണം കഴിക്കാം. വെളിവയ്ക്കണോ ഇല്ലേ നമുക്ക് എങ്ങനെ അറിയാം? അതറിയാൻ മാർഗം ആ പ്ലെയിനിന്റെ ജനാലിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ മതി. എന്നിട്ട് കിഴക്ക് ഭാഗത്തേക്ക് നോക്കുക. കിഴക്ക് ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ കിഴക്കൻ ചക്രവാളത്തില് ഒരു പ്രകാശം പരന്നിട്ടുണ്ടോ നോക്കുക. പ്രകാശം പരന്നിട്ടില്ല എങ്കിൽ ഫജ്ർ സാദിക്ക് വെളിവായിട്ടില്ല, അപ്പോൾ ഭക്ഷണം കഴിക്കാം. അല്ലെങ്കിൽ പ്ലെയിനത്തെ ആൾക്കാരുടെ ചോദിക്കുക, ചിലപ്പോൾ അങ്ങനെയും പറ്റും. ഇവിടെ ഇപ്പോ അവിടുത്തെ സമയം എത്രയാണ് ഇപ്പോൾ ഉള്ളത്, ഇവിടെ ഈ അതിന്റെ കാലാവസ്ഥ മറ്റങ്ങനെ അതിനെ കുറിച്ച് അറിഞ്ഞായിട്ടുണ്ടാവുമല്ലോ, അത് ചോദിക്കുക. അതിന് മാർഗം. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. വാടക വീടിന് കൊടുത്ത ഡിപ്പോസിറ്റിന് സക്കാത്തുണ്ടോ? ആ ഡിപ്പോസിറ്റ് സക്കാത്തുണ്ട്. വാടക വീടിന് കൊടുത്ത ഡിപ്പോസിറ്റ് നാം തിരിച്ചിട്ടുന്ന പൈസയാണ്.
തിരിച്ചു കിട്ടുന്ന പൈസയാണല്ലോ അല്ലെ, ആ തിരിച്ചു കിട്ടുന്ന പൈസ ആണെങ്കിൽ അത് നിസാബ് തരയുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം, അതിന് 2% സക്കാത്ത് കൊടുക്കണം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, എനിക്ക് ഗൾഫിൽ ഒരു ഷോപ്പുണ്ട്. വർഷം തികഞ്ഞ 16,000 റിയാലിന്റെ സാധനം ഷോപ്പിൽ ഉണ്ട്. ഷോപ്പ് വർഷം തികഞ്ഞ സാധനമാവട്ടെ തികയാത്ത സാധനമാവട്ടെ അത് വിഷയമല്ല. ഒരു ഷോപ്പിലത്തെ സക്കാത്ത് കൊടുക്കണേ, ആ ഷോപ്പിലുള്ള ഓരോ സാധനത്തിനും വർഷം തികയണം എന്നില്ല. ഒരു ഷോപ്പ് പിന്നെ കച്ചവടം തുടങ്ങിയിട്ടോ നിസാബ് തികയാത്ത സംഖ്യ കൊണ്ടാണ് കച്ചവടം തുടങ്ങിയതെങ്കിൽ കച്ചവടം തുടങ്ങിയോടെ മുതൽക്കോ, അല്ലെങ്കിൽ നിസാബ് തികയുന്ന സംഖ്യ കൊണ്ടാണെങ്കിൽ ആ സംഖ്യ കയ്യിൽ കിട്ടിയോടെ മുതൽക്കോ ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ആ കടയിൽ ആകെ എത്ര സാധനം ഉണ്ട് നോക്കണം. ആ സാധനം ഉണ്ട്, അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതിന് ആകെ കൂടി നിസാബ് തികയുന്ന സംഖ്യക്കുള്ള ചരക്കയിൽ ഉണ്ട് എങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള ചരക്ക്, അതായത് 10,20,000 ഇന്ത്യൻ ഉറുപ്പിയുടെ ചരക്ക് ആ കടയിലുണ്ട് എങ്കിൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അതിലത്തെ ഓരോ സാധനം ഇല്ലേ അങ്ങനെ ഉണ്ടാവില്ല. കച്ചവടം അങ്ങനെയാണ്. ചില സാധനം ഇന്നലെ വാങ്ങി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഇന്ന് കണക്കൂട്ടുമ്പോ അതും കൂട്ടണം. പിന്നെ 16,000 ആകെ 16,000 റുപ്യന്റെ സാധനമാണെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ 2% സക്കാത്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നാട്ടിൽ കൊടുങ്ങല്ലൂർ ആണ്. ഇന്ന് ഭാര്യയുടെ ഉപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു 3 സ്ഥലത്ത് നല്ല ബ്ലോക്ക് ഉണ്ടെന്ന്, 2 ദിവസത്തിനുള്ളിൽ ബൈപ്പാസ് ഓപ്പറേഷൻ വേണമെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹവായ ഫദ്ൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും ഈ വിശുദ്ധ മാസത്തിന്റെ പുണ്യം കൊണ്ടും അല്ലാഹു തആല അവർക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പൂർണ്ണ ശിഫ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.